ഹലോ, ഹലോ, ഹലോ. എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ ലാൽ സലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. വെറുതെ പറഞ്ഞതാട്ടാ. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എല്ലാ കിളവനും കിളവന്മാരും കിളവികളും ഒരുമിച്ചിറങ്ങിയിരിക്കുന്നതാണ് ചുവപ്പിട്ട്. അപ്പൊ എല്ലാവർക്കും വാലന്റൈൻസ് ദിന ആശംസകൾ. ഇങ്ങനെയല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നമ്മൾ കുറെ നാളായിട്ട് ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ വാലന്റൈൻസ് ഡേ വരട്ടെ അപ്പൊ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ് പുസ്തകം റൊമാൻറ്റിക് ഫിക്ഷൻ. അപ്പോ റൊമാൻറ്റിക് ഫിക്ഷൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ് തുടങ്ങുന്നത്? കൂട്ടത്തിൽ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ളവർ തുടങ്ങട്ടെ. സാൻഡി തന്നെ തുടങ്ങിക്കോ. തുടങ്ങിക്കോ. ഓക്കെ, ഞാൻ തന്നെ തുടങ്ങാം. റൊമാൻറ്റിക് ആയതുകൊണ്ടല്ല, ബാക്കി ആരും തുടങ്ങാത്തതുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻ ജനറൽ പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമാൻസ് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഫീൽ ഗുഡ് റൊമാൻസിനോട് ഫീൽ ഗുഡ് റൊമാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ഒരിടത്തും തൊടാതെ പോകുന്ന റൊമാൻസ് പുസ്തകങ്ങളോട് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഈ മറ്റേ ഉള്ളു വലിച്ചു കീറുന്ന സ്റ്റൈൽ റൊമാൻസ് പുസ്തകങ്ങളാണ് ആക്ച്വലി ലാസ്റ്റ് ചെയ്യുന്നത്. അത് ലോസ്റ്റ് ലവ് ആവണമെന്ന് നിർബന്ധമില്ല. ഈവൻ ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള റൊമാൻസ് ഉള്ള പുസ്തകങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് ഈവൻ നീഡൻറ്റ് ബി എ കപ്പിൾസ് റൊമാൻസ്, റൈറ്റ്? ഏത് ലവ് സ്റ്റോറീസിൽ എങ്ങനത്തെ ഉള്ള റിലേഷൻഷിപ്പ് ആയാലും കുഴപ്പമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പേഴ്സണലി എനിക്ക് അങ്ങനത്തെ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് ഗബ്രിയേൽ സെവിൻ്റെ പുസ്തകങ്ങളാണ്. ഞാൻ 2017 2018 എന്താണ് ആദ്യമായിട്ട് ഗബ്രിയേൽ സെവിൻ്റെ ഒരു പുസ്തകം വായിച്ചത്. ദ സ്റ്റോറീഡ് ലൈഫ് ഓഫ് എ.ജെ. ഫിക്രി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. എ.ജെ. ഫിക്രി എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനാണ്. അല്ല, അമേരിക്കയിൽ ഒരു ബുക്ക് സ്റ്റോൾ നടത്തുകയാണ്. അപ്പം പുള്ളിക്കാരനിങ്ങനെ ഒരു സിംഗിൾ ടണ്ണായിട്ട് ഭയങ്കര പുസ്തകങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അയാളുടെ ബുക്ക് സ്റ്റോളിൽ ഒരു ദിവസം ആരോ ഒരു ബണ്ടിൽ വെച്ചിട്ട് പോവാണ് ആ ബുക്ക് സ്റ്റോളിൽ. അത് ആക്ച്വലി ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇയാൾക്ക് ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു സിസ്റ്റർ എന്തുകൊണ്ട്. അപ്പം ഇയാൾ ആ കുട്ടിയെ എടുത്ത് വളർത്തുകയാണ്. അപ്പോൾ ഈ എൻറ്റയർ പുസ്തകം ഈ കൊച്ചു വലുതാവുമ്പം അതിന് വായിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എഴുതി വെക്കുന്ന നോട്ട്സ് ഉണ്ട്. ഓൾ ദോസ് ആർ റെക്കമെൻഡേഷൻസ് ഓഫ് ബുക്സ്. അപ്പോൾ എന്നിട്ട് അവരുടെ ചുറ്റുമുള്ള സംഭവങ്ങൾ, ഹൗ ഹി ഫൈനലി ഫൈൻഡ്സ് ട്രൂ ലവ്, അതിൻ്റെ ഇടയിൽ എങ്ങനെ അയാൾ ഒരു ബന്ധമില്ലാത്ത കൊച്ചിനെ വളർത്തിയെടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു പുസ്തകമാണ്. ഐ ഫൗണ്ട് ഇറ്റ് ടു ബി എക്സ്ട്രീംലി ടച്ചിങ്. എനിക്ക് ഒരുപാട് എൻ്റെ വൺ ഓഫ് ദ ഓൾ ടൈം ഫേവറേറ്റ് റൊമാൻറ്റിക് ബുക്സ് ആണ് ദ സ്റ്റോറീഡ് ലൈഫ് ഓഫ് എ.ജെ. ഫിക്രി. അതിൻ്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ ഒരിക്കലും ആ പുസ്തകത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൊണ്ടുവന്നില്ലെങ്കിൽ പോലും കണ്ടിരിക്കാവുന്നൊരു സിനിമയാണ് ദ സ്റ്റോറീഡ് ലൈഫ് ഓഫ് എ.ജെ. ഫിക്രി. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല? ഞാൻ ബുക്ക് കേട്ടിട്ടുണ്ട്. ഇവര് തന്നെയല്ലേ മറ്റേ ടുമോറോ ആൻഡ് ടുമോറോ. അതിലോട്ട് ഞാൻ വരാൻ പോവുകയായിരുന്നു. ഇത് ഞാൻ വായിച്ചിട്ടില്ല. എനിക്ക് എന്റെ ബുക്ക് കിട്ടിയിട്ടില്ല. ഇതിന്റെ റീഡിംഗ് ലിസ്റ്റിലുണ്ട് ഗുഡ് റീഡ്സിൽ. ഈ കഴിഞ്ഞ വർഷം എന്തോ ഇറങ്ങിയതാണ് ടുമോറോ. അതിൻ്റെയും പ്രിമൈസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. രണ്ട് പേര് അവര് വളരെ കൊച്ചുനാളിൽ അവർ ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ, ഒരാൾക്കൊരു ആക്സിഡന്റ് കഴിഞ്ഞാൽ അയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അവിടെ വെച്ച് അയാൾ ഈ പെൺകുട്ടിയെ മീറ്റ് ചെയ്യാണ്. അന്ന് അമ്മ മരിച്ചേക്കാണ്. കറക്റ്റ് ട്രോമയിൽ ഇരിക്കുമ്പോഴായിരുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ ബോണ്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ബോണ്ട്, ഇവരുടെ റിലേഷൻഷിപ്പും എല്ലാം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ഗെയിമിംഗ് കമ്പനി, ഗെയിമിംഗ് സോഫ്റ്റ്വെയർ കമ്പനി ദാറ്റ് ദേ ഡെവലപ്പ്. ഒരാൾ കഥ എഴുതുന്നു, മറ്റേ ആള് ഗെയിം ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോ അൺഫെയർ ഗെയിംസ്. കറക്റ്റ്. അപ്പോൾ
ആ ഗെയിം കമ്പനി നടക്കുമ്പോൾ അതിന് പാരലായിട്ട് ഇവരുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുടെയും മെച്യൂരിറ്റി ലെവൽസും ഒക്കെ ഇങ്ങനെ മാറുന്നുണ്ട് ത്രൂ ഔട്ട് ദ ബുക്ക്. പിന്നെ ആ പുസ്തകത്തിൽ ആ റൊമാൻസിന്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഗെയിമിംഗ് കമ്പനിയുടെ ഡെവലപ്മെന്റ്. അതൊക്കെ ഒരുപാട് ടെക്നോളജി അറിയാവുന്നയാള്, ഒരുപാട് ഗെയിമിങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ച് ഒക്കെയാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളും ദേ ഹാവ് മെയ്ഡ് ഗബ്രിയൽ സെവിൻ വെരി വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഐ എം എ ബിഗ് ഫാൻ. ക്രിക്കും വായിച്ചിട്ടുണ്ടല്ലോ ടുമോറോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓഡിയോ ബുക്കായിരുന്നു. സാം മസൂർ സേഡി ഗ്രീൻ അങ്ങനെ എന്തോ 2 ക്യാരക്ടേഴ്സ്. സേഡിയാണ് പുള്ളിക്കാരി. ശരി. പുള്ളിക്കാരി ജൂയിഷാണ്. അപ്പോൾ പുള്ളിക്കാരി ഇവനെ മീറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, പുള്ളി ഇങ്ങനെ ആക്സിഡൻറ്റിൽ കാലിനെന്തോ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ബാൻഡേജ് ഇട്ടിട്ടാണ് പുള്ളി ആദ്യമായിട്ട് കാണുന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. അപ്പോൾ പുള്ളിക്കാരിക്ക് മറ്റേ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി സർവീസ് ഉണ്ടല്ലോ, അതിൽ മറ്റേ അത് ചെയ്യണം എന്നൊരു ഇതുണ്ട്. പുള്ളിക്കാരുടെ ഗ്രാൻഡ്മ എപ്പോഴും നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സർവീസ് എന്ന രീതിയിലാണ് ഇവനോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇവനൊരു ട്രോമയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവനെ ഒന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. പക്ഷേ അത് അവർ ബോണ്ട് ചെയ്യുന്നത് വീഡിയോ ഗെയിംസ് വഴിയാണ്, അവർ കളിച്ച ഗെയിംസ്. പിന്നെ പതുക്കെ ഇവർ കുറേ കാലത്തിന് ശേഷം ഇവൻ MIT അങ്ങോട്ട് പഠിക്കുമ്പോൾ അവർ കണ്ടുമുട്ടുന്നതാണ്. അതും ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ അങ്ങനെ എന്തോ കണ്ടുമുട്ടിയിട്ട് പുള്ളിക്കാരിയും ഇങ്ങനെ പുള്ളിക്കാരുടെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി ഏതോ ഗെയിമിനെ പറ്റി ഇത് ചെയ്തിട്ട് പുള്ളിക്കാരിയുടെ ഒരു പ്രൊഫസറുമായിട്ട് പുള്ളിക്കാരി ഒരു റിലേഷൻഷിപ്പിലെത്തും. അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും. ആക്ച്വലി ഹീസ് മാരീഡ്. അയാൾ മാരീഡ് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പുള്ളിക്കാരി കൂടെ നിൽക്കുന്നത്. പക്ഷെ അയാളാണ് ഈ പുള്ളിക്കാരി അതിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ്. അതായത് പുള്ളിക്കാരിയിൽ നിന്ന് ഒരുപാട് ഇയാൾ എന്താ പറയുക എക്സ്പെക്റ്റും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുള്ളിക്കാരി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഇവനുമായിട്ടുള്ള ആ ബോണ്ട് എപ്പോഴും തുടരുന്നുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇവർ സ്വന്തം കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ് ഇവർ ഏതോ ഒരു വലിയ ഗെയിം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ജങ്ചറിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പ്രൊഫസർ ഭയങ്കര ജീനിയസ് ആണ്. പുള്ളിയുടെ കയ്യിൽ എന്തോ ഗെയിം എഞ്ചിൻ എന്തോ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി വീണ്ടും ഇയാളെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഹീ ഫീൽസ് എ ഗിൽറ്റ് ലൈക്ക് ഐ ഹാവ് ഡ്രിവൺ ഹെർ ഇൻ ടു ദാറ്റ് റിലേഷൻഷിപ്പ് അഗെയിൻ. അതായത് ഇവൻ ഹീ കെയർസ് അബൌട്ട് ഹെർ. പക്ഷേ ആ റിലേഷൻഷിപ്പ് എന്താ പറയുക, നമ്മൾ പ്ലാറ്റോണിക് റിലേഷൻഷിപ്പ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു അതാണോ അങ്ങനെ പറയുന്നത്? രണ്ടുപേർക്കും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹവും ഭയങ്കര അറ്റാച്ച്മെന്റുമാണ്. പക്ഷെ ദേ നെവർ മാനേജ് ടു കൈൻഡ് ഓഫ് ബ്രേക്ക് പാസ്റ്റ് ദാറ്റ് പ്ലാറ്റോണിക് റിലേഷൻഷിപ്പ്. ആ ഒരു ബാരിയർ എന്തായാലും അവർ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ദേ കെയർ ഫോർ ഈച്ച് അതർ. ഇവനെപ്പോഴും ആ മറ്റേ അവൻ്റെ അമ്മ മരിച്ച അതേ ആക്സിഡൻറ്റിലാണ് പുള്ളിയുടെ കാലിന് ഇത് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രോമ പുള്ളിക്ക് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ട്രോമ ഉണ്ട്. ആ കാലിൻ്റെ ഇഞ്ചുറി പിന്നെയും അത് ഭേദമായിട്ടില്ല. അതിനിടയ്ക്ക് പുള്ളിക്കാരി ഷീ മീറ്റ്സ് എ ലവ് ഓഫ് ഹെർ ലൈഫ് എന്ന് പറയാം. ഒരാളെ പരിചയപ്പെടുന്നു. അയാളൊരു എന്താ പറയുക ഡ്രാമ ആർട്ടിസ്റ്റ് എന്തോ ആണ്, മാർക്സ് എന്തോ ആണ് അവരുടെ പേര്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇവന് ചെറിയൊരു ജലസി തോന്നും. ഇവന് ഡവുമായിട്ട് അതായത് അവളുടെ പ്രൊഫസറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇല്ലാത്തൊരു ജലസി തോന്നും. കാരണം ഹീ തിങ്സ് ഹീ ഈസ് ലൂസിങ് ഹെർ. ഐ മീൻ ആക്ച്വലി ലൂസിങ് ഹെർ ടു ലവ് ഓഫ് ഹെർ ലൈഫ്. ഐ മീൻ ട്രൂ ലവിലേക്ക് എത്തിയെന്ന് വിചാരിച്ച്. പക്ഷെ എന്നാലും ഇവരവരുടെ പ്രൊഫഷണൽ ജേണിയിൽ അതൊന്നും തടസ്സമാൻ സമ്മതിക്കുന്നില്ല. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഉരസലുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഉരസലുകൾ എന്താണെന്ന് നമ്മുടെ അടുത്ത് പറയാതെ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആ ഫ്രിക്ഷൻ ഉണ്ടാവുന്നതെന്ന്. പക്ഷെ ഒരു രക്ഷയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഗെയിംസിന് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ ബുക്ക് സെലക്ട് ചെയ്തത്. റൊമാൻറ്റിക് ഫിക്ഷൻ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എടുത്ത് വായിക്കില്ലാത്ത സാധനമാണ്. വീഡിയോ ഗെയിംസ് വെച്ച് എങ്ങനെ ഇത് കണക്ട് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി മാത്രം വായിച്ചു തുടങ്ങിയതാണ്. ബ്യൂട്ടിഫുൾ ബുക്ക്. It really tugs at the strings of your heart. പറയാതിരിക്കാൻ പറ്റില്ല. ഇത് മറ്റേ AJ ഫിക്രി ഇതുപോലെ തന്നെയാണ്. ഇതില് വേറെ ഭയങ്കര കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു ഗെയിം ഉണ്ട്, ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു ഗെയിം ചാലഞ്ച് കൊടുക്കുന്നുണ്ട് ഈ ഗെയിമിംഗ് ഒരു ഫാക്ടറിയിൽ ഇത്രയും സമയത്തിനുള്ളിൽ ഒരു അസംബ്ലി ലൈനിൽ എങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളവര്. അപ്പൊ അത് ആ ഗെയിം കളിച്ച്
അവസാനമാണ് അതിന്റെ ട്വിസ്റ്റ് മനസ്സിലാവണം. അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല, ബട്ട് അതൊക്കെ ഭയങ്കര കിടിലൻ സംഗതിയാണ്. അതുപോലെ ഇവരുടെ മറ്റേ ഫസ്റ്റ് സക്സസ്ഫുൾ ഗെയിമിന്റെ സ്റ്റോറി ഉണ്ടല്ലോ, ഒരു പെൺകുട്ടി കടലില് ലോസ്റ്റ് ആയിട്ട് ഇച്ചിഗോ വരുന്നത്. ഇച്ചിഗോ. ഇറ്റ്സ് എനിക്കിത് വായിച്ചപ്പോ ഈ ഫസ്റ്റ് പാർട്ടൊക്കെ എനിക്ക് തോന്നി ഈ സേഡിയുടെ സിസ്റ്റർ ഇസ് എ ക്യാൻസർ പേഷ്യന്റ് എന്തോ അങ്ങനെയാണ് ദേ മീറ്റ്. അങ്ങനെയാണ് ദേ മീറ്റ് ഇൻ ദി ഗെയിംസ് റൂം ഹോസ്പിറ്റലില് കിഡ്സ് വാർഡില് ഗെയിംസ് റൂമിലാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ത്രൂ ഔട്ട് ഈ നമ്മളിത് വായിക്കുമ്പം എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിൽ ഇവളുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് അല്ലേ, ഇത് എത്രത്തോളം ടോക്സിക്കും എത്രത്തോളം ഒരു പവർ പ്ലേ അതിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഓൾ യങ് പീപ്പിൾ നീഡ് ടു റീഡ് ദിസ് ബിക്കോസ് ആ പ്രൊഫസർ ഹീസ് എ ജീനിയസ്, ഹീസ് ഗുഡ് ലുക്കിംഗ്, യങ്ങിഷ്, നോട്ട് വെരി 30s, മേ ബി മിഡ് 30s എന്തോ ആണ്. ഇത് പുറത്തു നിന്ന് ഒരാൾക്ക് അറിയാം ഇത് ടോക്സിക് ആണെന്ന്. ഐ തിങ്ക് അറ്റ് സം പോയിന്റ് ഷീ ഓൾസോ അണ്ടർസ്റ്റാൻഡ്സ്, പക്ഷെ ഷീ കാൺട്ട് ലീവ് ഹിം. എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം ഷീ ട്രൈസ് ടു ലീവ് ഹിം ആൻഡ് ഷീ ഗോസ് ബാക്ക് ടു ഹിം ആൻഡ് ദർ ഇസ് എ ഹെൽപ്ലെസ്നെസ് ദറ്റ് ഹീ ഫീൽസ് വെൻ ഇത് വീണ്ടും ഇതേ സൈക്കിളിൽ കിടന്ന് ചുറ്റിക്കൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ് റിമൈൻഡ്സ് യു ഓഫ് യുവർ 20s വെൻ യു ഓൾ ഹാഡ് ഫ്രണ്ട്സ് ഹു ബീൻ ഇൻ ടോക്സിക് റിലേഷൻഷിപ്പ്. പറഞ്ഞാലും തലേ കയറില്ല, വീണ്ടും അതേ കുഴിയിൽ വീണ്ടും പോയി ചാടും. It's so well written and ഈ പറഞ്ഞമാര് വായിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞു അവസാനത്തെ സീനിൽ വല്ലാത്തൊരു ഭാര്യ. ഇപ്പൊ കൃഷ്ണകുമാരി കഥ പറയുമ്പോ എനിക്കത് ഫീൽ ചെയ്യാം, ആ ടൈറ്റ്നെസ് ഇൻ ദ ചെസ്റ്റ് ആൻഡ് that's a trademark of a good book. ഗുഡ് ബുക്ക് ആൻഡ് എ ഗുഡ് റൈറ്റർ. അത് നിങ്ങൾ ഫിക്രിയും കൂടെ വായിച്ചു നോക്കുക. യുൽ റിയലൈസ് ഷീ ക്യാൻ റിയലി ടഗ് അറ്റ് ദ സ്ട്രിങ്സ് ഓഫ് യുവർ ഹാർട്ട്. ഗബ്രിയൽ സെവിൻ. I've not seen a lot of authors who can write romance as well. ഇതുപോലെ തന്നെ ഒരു ഓഥറാണ്. I don't know if you've heard of this. This is I think a rather quite an old book. 25 കൊല്ലമായി ഇറങ്ങിയിട്ട്. കാർലോസ് ലൂയിസ് സാർദാൻ എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ ഷാഡോ ഓഫ് ദ വിൻഡ്. ഇത് ഞാൻ യാതൊരു രീതിയിലും പിക്കപ്പ് ചെയ്യില്ലായിരുന്നു. അതിന്റെ പുസ്തകത്തിന്റെ പേര് കേട്ടാലോ എന്ത് ചെയ്താലും ഞാൻ പിക്കപ്പ് ചെയ്തായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിജയ് ശങ്കർ. പുള്ളി എനിക്ക് പുള്ളി റെക്കമെൻഡ് ചെയ്ത ബുക്ക് ഒന്നും പാഴായി പോയിട്ടില്ല. അങ്ങനെ ഞാൻ എടുത്ത് വായിച്ചതാണ്. ഒരു രക്ഷയില്ലാത്ത കഥയാണ്. ഇതില് മെയിൻ സ്റ്റോറി ഇച്ചിരി മാജിക്കൽ റിയലിസവും ഒക്കെയാണ്. പക്ഷെ അതിനെ ഹോൾ ടുഗദർ ചെയ്യുന്നത് 2 ലവ് റിലേഷൻഷിപ്സ് ആണ്. കഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പയ്യനുണ്ട്, ഒരു ടീനേജർ കൈൻഡ് ഓഫ് എ ബോയ്. അവന്റെ അച്ഛനൊരു ബുക്ക് സ്റ്റോർ ഉണ്ട്. ഇവന്റെ അച്ഛൻ ഇവനൊരു പഴയ ബുക്ക് സ്റ്റോറിലോട്ട്, വളരെ പഴയൊരു ബുക്ക് സ്റ്റോറിന് പോകും. അതിന്റെ പേര് എന്താണ്, ദ സെമിറ്ററി ഓഫ് ലോസ്റ്റ് ബുക്സ് എന്നോ അങ്ങനെ എന്തോ ആണ്. അവിടെ നിന്ന് ഇവനൊരു പുസ്തകം കിട്ടുന്നു, ദ ഷാഡോ ഓഫ് ദ വിൻഡ് എന്നും പറഞ്ഞിട്ട്. അത് ഒരു കുറെ കൊല്ലം മുമ്പ് ഒരാൾ എഴുതിയ ബുക്കാണ്. അതിന്റെ കോപ്പീസ് ഒരിടത്തും കിട്ടാനില്ല. അപ്പോൾ ഇവൻ ഈ ബുക്കും കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ ഇവനെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുകയാണ്. എനിക്ക് ആ ബുക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. ഇവൻ കൊടുക്കത്തില്ല. കാരണം ഈ പുസ്തകത്തിന്റെ ഓഥർ അപ്പാരന്റ്ലി സംബഡി ഹാസ് ബീൻ ഈ പുസ്തകത്തിന്റെ കോപ്പീസ് ഒന്നും കിട്ടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ somebody has been going around burning the copies of this book. Every copy was being burned. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകം എടുത്ത് ആ പുസ്തകത്തിലെ കഥ വായിച്ച്, ഇവന് വേറൊരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ they try to really find out what is the story, why this guy is hell bent on burning all the books എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കഥ. പിന്നെ ആ പുസ്തകത്തിന്റെ ഒരു ലവ് സ്റ്റോറിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പിക്ചർ ചെയ്തിട്ടുണ്ട്. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് തോന്നുന്നു അടുത്ത ഇടയ്ക്കൊന്നും ഈ ഒരു പുസ്തകത്തിൽ ഒരുപാട് നല്ല കോട്ട്സ് വർത്ത് റിമെമ്പറിങ് ഞാൻ വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിൽ ഒരുപാട് അങ്ങനത്തെ ബ്യൂട്ടിഫുൾ കോട്ട്സ് ഉണ്ട്. 1-2 എനിക്ക് ഓർമ്മയുള്ളത്. ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇവൻ്റെ അടുത്ത് പറയുന്നതാണ്, ലൈഫ് ഗോസ് ബൈ ഫാസ്റ്റ്, എസ്പെഷ്യലി ദ ബിറ്റ്സ് വർത്ത് ലിവിങ്.
അങ്ങനെ കുറെ ഭയങ്കര നല്ല രസമുള്ള കോട്ടുകളും ഒക്കെ ഉള്ള വെരി വെൽ റിട്ടൺ ബുക്ക്. അതും ഇറ്റ്സ് എ ട്രാൻസ്ലേഷൻ. ഇത് ഇറ്റാലിയനിലോ സ്പാനിഷിലാണെന്ന് തോന്നുന്നു എഴുതിയിരുന്ന പുസ്തകമാണ്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി സ്ട്രോങ്ലി റെക്കമെൻഡ് ദിസ് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഐ ഹാവ് റെഡ് ദിസ്, പക്ഷെ എന്റെ മനസ്സിൽ അതൊരു മിസ്റ്ററി ആയിട്ടാണ് ഞാൻ അത് പ്രതിഷ്ഠിച്ചത്. ഇറ്റ്സ് 3 പാർട്ട് ബുക്കാണ്, 3 അതെ ബുക്കാണ്. അതെ, ഞാൻ ഫസ്റ്റ് പാർട്ട് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഐ തിങ്ക് ഐ റെഡ് ദിസ്, പക്ഷെ ഞാനത് മനസ്സിലൊരു മിസ്റ്ററി ആയിട്ടാണ്, ലൈക് മോർ ദാൻ എ ലവ് സ്റ്റോറി. എനിക്ക് അതിലെ ലവ് പോർഷൻസ് ആണ് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത് തന്നെ. ഇതൊരു മറ്റേ ഇവരുടെ ഒരു ചെറിയൊരു ഗോത്തിക് സ്റ്റൈലാണ്, മെക്സിക്കൻ ഗോത്തിക് ഒക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു നമുക്ക് എന്താ പറയുക, ഒരു ഇരുളടഞ്ഞ പുസ്തകമാണ്. നൈറ്റ് വൈബാണ് എൻടയർ ബുക്ക്. സത്യമാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഓർമ്മയില്ല. കാർലോസ് സഫോൺ അല്ലേ? കാർലോസ് ലൂയിസ് സഫ്രോൺ. ഞാൻ വായിച്ചിട്ട് 8 വർഷത്തോളായി. ഞാനിത് ഒരു 2-3 കൊല്ലം മുമ്പ് വായിച്ചാണ്. 3 ബുക്കും വായിച്ചാണോ? അതായത് ഇല്ല, ഞാൻ ഒരെണ്ണേ വായിച്ചിട്ടുള്ളൂ. ഞാൻ റോസ് ഓഫ് ഫയർ വായിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അത് ലൈബ്രറിയിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ സീരീസ്. സെമിട്രി ഓഫ് ഫോർഗോട്ടൻ ബുക്സ്. അതെ, സെമിട്രി ഓഫ് ഫോർഗോട്ടൻ ബുക്സിന്റെ ഇതാണ്. ഓക്കെ. ഞാൻ പക്ഷെ ഇത് മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു മിസ്റ്ററി നോവൽ ആയിട്ടാണ്. സോറി, റൊമാൻസ് ആയിട്ട് ഇതിന് കണക്ട് ചെയ്യാൻ പറ്റും. 4 ബുക്കുണ്ട് സീരീസിൽ. ഇൻക്ലൂഡിംഗ് ഒരു പ്രീക്വൽമാര്. ഏഞ്ചൽസ് ഗെയിം, പ്രിസൺ ഓഫ് ഹെവൻ, ലാബിറിന്ത് ഓഫ് സ്പിരിറ്റ്സ്. ഓക്കെ. മെമ്മറീസ് ആർ വേഴ്സ് ദാൻ ബുള്ളറ്റ്സ് അതിലുള്ള വേറൊരു ലൈനാണ്. അങ്ങനെ ഒരുപാട് ഭയങ്കര വൺ ലൈനാണ്. ടു ട്രൂലി ഹേറ്റ് ഇസ് ആൻ ആർട്ട് വൺ ലേൺസ് വിത്ത് ടൈം. അങ്ങനെയൊക്കെ ഭയങ്കര പിക്ചറസ്ക് ലൈൻസും ആണ് എൻ്റെ. Then you should read Elif Shafak. Elif Shafak is an author like that. All her books are written from a point. എല്ലാം സ്ത്രീകളുടെ പോയിന്റ് ഓഫ് വ്യൂ. മോസ്റ്റ് ഞാൻ ആദ്യം വായിച്ചത് 50 റൂൾസ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് 2 ഭാഗത്തു നിന്നാണ്. ഒരു അമ്മ who's in her 40s or മക്കളൊക്കെ വലുതായി, and she doesn't feel very appreciated in life. She's at that where she's done everything for the family, entire life പുള്ളിക്കാരത്തി ഇവർക്ക് വേണ്ടി. And I think she's an editor or something. She gets a മാനുസ്ക്രിപ്റ്റില് ഷാഫ് തബ്രീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സൂഫി ആളെ കുറിച്ചുള്ള ഒരു കഥ. അപ്പം ഇതിങ്ങനെ ഇറ്റ്സ് ലെയേർഡ് ബിറ്റ്വീൻ ദിസ് എഡിറ്റർ സ്ലോലി ഫോളോയിങ് ഇൻ ലവ് വിത്ത് ഓഥർ ആൻഡ് ഈ ഓഥർ എഴുതിയ കഥ. അത് ടർക്കിയിൽ പണ്ടുണ്ടായിരുന്ന സൂഫി ഇതിനെ ബേസ് ചെയ്തൊരു കഥയാണ്. അതാണ് ഞാൻ ഫസ്റ്റ് വായിച്ചത്. ദെൻ ഞാൻ പിന്നെ വായിച്ചത് ബാസ്റ്റേഡ് ഓഫ് ഇസ്താൻബുൾ എന്ന് പറഞ്ഞിട്ട്. എനിക്കതിന്റെ ടൈറ്റിൽ കണ്ടപ്പം അന്ന് എന്റെ മനസ്സിൽ ഇതൊക്കെ ചീത്ത വാക്കാണല്ലോ, ഇതൊക്കെ എങ്ങനെ ഈ ബുക്ക് ഞാൻ വായിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ല. പക്ഷെ നമുക്ക് പ്രായമാകും തോറും യു ലൂസ് സർട്ടൻ ആ വാക്കുകളോടൊക്കെയുള്ള ഇത് മാറി കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് വായിച്ചപ്പം ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്. ബിക്കോസ് ഈ 2 ബുക്കും അന്ന് എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഐ പിക്ക് ദിസ് സോൺലി ബിക്കോസ് ദ അതർ ബുക്കിന്റെ ടൈറ്റിൽ വാസ് എ ലിറ്റിൽ മോർ ടൈമർ. ബാസ്റ്റേഡ് ഓഫ് ഇസ്താൻബുൾ ഈസ് എ വണ്ടർഫുൾ ബുക്ക്. ഇറ്റ് ടോക്സ് അബൌട്ട് ഒരു വീട്ടില് 3-4 സ്ത്രീകളാണ് അതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ്. ആൻഡ് ആ വീട്ടില് അവരുടെ കഥയാണത് ബേസിക്കലി. ആൻഡ് ഇറ്റ് മിക്സസ്, നമുക്ക് ആ ബുക്ക് വായിക്കുമ്പോൾ യു ഫീൽ ടർക്കി ദെയർ, യു ഫീൽ ഇസ്താൻബുൾ, ഈ അർമേനിയൻ കോൺഫ്ലിക്റ്റ്. ഇവർ കുറെ ഇങ്ങനത്തെ നമുക്ക് അറിയാത്ത അവിടുത്തെ മെഡിറ്ററേനിയൻ കോൺഫ്ലിക്ട്സിനെ കുറിച്ച് എല്ലാ പുസ്തകങ്ങളിലും എഴുതുന്നുണ്ട്. സൈപ്രസ് ആൻഡ് ഗ്രീക്ക് കോൺഫ്ലിക്റ്റ്, ഇത് ഈ അർമേനിയൻ ഇത് നമുക്ക് അറിയാത്ത കുറെ ഹിസ്റ്ററി അവർ അതിൽ ചേർത്ത്. സോ എലീഫ് ഷഫാക്ക് ഇസ് വൺ ഓഫ് ദോസ് ഓഥേഴ്സ് ദാറ്റ് യു ഹാവ് ടു റീഡ് ബിക്കോസ് ഒന്ന് ഷീ ഡസ് റൊമാൻസ് റിയലി വെൽ. ഷീ മിക്സസ് നമ്മുടെ ലോക്കൽ ഹിസ്റ്ററി അതിൻ്റെ അകത്തേക്ക് വെരി കോട്ട്സ്. ആൻഡ് ആകെ എനിക്ക് മോശമായി തോന്നിയ ഒരു വർക്ക് വാസ് 3 Daughters of Eve എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ഒരുവിധം എല്ലാ വർക്കും ഞാൻ ടു റീഡിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇല്ലല്ലേ അത്യാവശ്യം
വായിക്കാൻ എടുക്കുമ്പോൾ അത് ഓർമ്മ വേണം, ഇങ്ങനെയായിരിക്കും ഇതിന്റെ അവസാനം, ഇതായിരിക്കും, നമ്മൾ 2-3 ദിവസം മുകളിൽ നടക്കും. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. എനിക്ക് ഐ ഗോട്ട് ഹർ ബുക്ക് ദ റിവേഴ്സ് ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു 6 മാസത്തോളം. എനിക്കറിയാം അത് വായിച്ചാൽ നമ്മൾ കരച്ചിലാവും, ഡിപ്രഷനിൽ പോകും. തൽക്കാലം ഡിപ്രഷനിൽ പോകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല, അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. ക്രിക്കും എന്തെങ്കിലും ആഡ് ചെയ്യും അടുത്തത്? എനിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. വേറെ ആരെങ്കിലും ആഡ് ചുവപ്പ് ചെയ്യാൻ ഷർട്ട് വിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ദാ, സ്വന്തം ഞാൻ ജീവിതകഥയൊക്കെയാണെങ്കിൽ പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ ലവ് സ്റ്റോറി എറിക് സെഗാൾ, എറിക് അയ്യോ സെഗാൾ. പറഞ്ഞു പറഞ്ഞു തുടങ്ങി. ഇല്ലേ, നിങ്ങൾക്ക് എനിക്ക് ആർക്കും അതുമായിട്ട് അറിയില്ലേ ഒരു ഈ ബന്ധമില്ല, ബുക്ക്? ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ഇല്ലേ? കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കുറെ അനൂപ് സിനിമകളിലൊക്കെ ആക്ച്വലി മെൻഷൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. നമുക്കൊരു ക്ലാസിക് സിനിമയുണ്ട്, മദനോത്സവം, കമലഹാസൻ, സരീന വഹാബ്, എൽ സുന്ദറിയാണ്. ഓർമ്മയില്ല ഡയലോഗ്? ഇല്ലേ? മദനോത്സവം അത് അമ്മ പറഞ്ഞത് പപ്പ അമ്മയും കൊണ്ട് തിയേറ്ററിൽ പോയി ആ അമ്മ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞ കരഞ്ഞ്. അയ്യോ, ഭയങ്കര ഒരു സിനിമയാണത്. അല്ല, ഈ ബുക്കും ഭയങ്കര. ഇപ്പോഴത്തെ പിള്ളേർക്ക് ലവ് ആൻഡ് ലവ് ഓൺലി ഒക്കെ അറിയുള്ളൂ. എറിക് സെഗാൾ, കുഞ്ചാക്ക ബോബൻ ശാന്തി, അനിയത്തി പ്രോ ഫിക്ഷണൽ ബുക്കാണ്. ഇതൊന്നും ആർക്കും അറിയില്ല. ഇല്ല. ഡാനിയൽ സ്റ്റീലോ എറിക് സെഗാലോ ഒന്നും ആർക്കും അറിയില്ല. എറിക് സേഗലിന്റെ ബുക്ക് ഇത്രയേ ഉള്ളൂ ഈ സാധനം. പക്ഷെ ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ കരയും. മദനോത്സവം, യു വാച്ച്ഡ് ഇറ്റ്. ബുക്കും വെരി സിമിലർ ആണ്. ബുക്ക് ഇസ് ലോട്ട് മോർ ഫണ്ണിയർ ഇൻ ദറ്റ് സെൻസ്. ഇവർ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പം ഈ ഇതിൽ സെൻട്രൽ കമലഹാസൻ ചെയ്ത ക്യാരക്ടറിന്റെ പേര് ഒലിവർ ബാരറ്റ് ഫോർ എന്നാണ്. അയാളൊരു വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. എക്സ്ട്രീംലി റിച്ച്. പ്രപ്പി എന്നാണ് ഈ സ്ത്രീ വിളിക്കുന്നത്. ഈ സ്ത്രീ ഒരു ബേക്കറോ അങ്ങനെ എന്തായിരുന്നു അച്ഛൻ, മെക്കാനിക്കാന്ന് തോന്നുന്നു സിനിമയില്. അപ്പം നമ്മുടെ മലയാളം ഇതിൽ ഇയാളൊരു ഹിന്ദുവും ആ കുട്ടി ഒരു ആംഗ്ലോ ഇന്ത്യനും ആണ്. എൽസയും രാജു ഇതിൽ. പക്ഷെ അപ്പൊ ഈ സ്ത്രീ റിലീജിയസ് ആണ്, അയാള് റിലീജിയസ് അല്ല. ഇവരുടെ മീറ്റ് ക്യൂട്ട് ഭയങ്കര രസാ. ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഈ സ്ത്രീ ഇവര് മീറ്റ് ചെയ്യുന്ന ഒരു ലൈബ്രറിയിലാണ് ആദ്യം മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അയാള് വന്നിട്ട് ഈ സ്ത്രീയുടെ എന്തൊക്കെയോ കുറെ, ഷീ സ്മാർട്ട്. അപ്പം ഈ സ്ത്രീ കുറെ എന്തൊക്കെയോ പറയും. അത് കഴിഞ്ഞിട്ട് പറയും, ഹാർഡ്വേർഡിൽ പഠിച്ചുകൊണ്ട് കാര്യമില്ല, യു നോട്ട് വെരി സ്മാർട്ട് എന്ന് പറയും. അപ്പം അയാൾക്ക് ദേഷ്യം വരും. വൈ ഡു യു സേ സോ എന്ന് പറയുമ്പോൾ, യു വിൽ നെവർ ടേക്ക് മീ ഔട്ട് ഫോർ എ കോഫി. ഐ ഡോണ്ട് വാണ്ട് ദം, ദാറ്റ്സ് വാട്ട് മേക്സ് യു സ്റ്റുപ്പിഡ്. അത് കഴിഞ്ഞ് they go on a coffee date and they slowly fall in love. And twist ഇതിന്റെ പിന്നിലുണ്ടോ? It ends quite abruptly. They get married. He is thrown out of the house. ആ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാനായിട്ട് they both do their best, but fate has different plans for them. കഥയുടെ അവസാനം when he thinks his dad has, അച്ഛനോട് അയാൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അച്ഛൻ വേറെ കല്യാണമൊക്കെ കഴിച്ചിരുന്നു. അപ്പൊ ഇയാൾക്ക് അയാളുടെ അച്ഛനോട് ഒരു വൈരാഗ്യ ബുദ്ധിയോടെയാണ് ഈ റിലേഷൻഷിപ്പ് സമ്മതിച്ചില്ല എന്നുള്ളതൊക്കെ പക്ഷെ അവസാനം ആക്ച്വലി അച്ഛൻ കം ഫോർവേഡ് ചെയ്യും ഇവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ ബൈ ദ ടൈം ഇറ്റ്സ് ഓൾ വെരി ലേറ്റ്. ഇറ്റ്സ് എ ഗുഡ് അഡാപ്റ്റേഷൻ. മദനോത്സവം ഇസ് എ ഗ്രേറ്റ് അഡാപ്റ്റേഷൻ. നമ്മുടെ ലോക്കൽ ഇതുമായിട്ട് നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. സുന്ദരിയാണ് ഡയലോഗ്. ഇല്ല, അതില് എനിക്ക് അതിനേക്കാൾ ഇഷ്ടം മറ്റേ പാട്ട, ഈ മലർ കന്യകൾ മാരന് നീതിക്കും പ്രേമമെന്ന തേനില്ലേ. ഈ മലർ കന്യകൾ മാരന് നീതിക്കും എനിക്ക് മറ്റേ അത് മറ്റേ സ്മൃതിലയത്തിലൊക്കെ വരുമ്പോ ഞാൻ വിചാരിച്ചത് പ്രേതപടമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് ഇതല്ല, വെള്ള സാരി കൊടുത്ത് പണ്ട് പേടിയായിരുന്നു ഇത് കാണുമ്പോ, പേടിയായിരുന്നു പെട്ടെന്ന് സുന്ദരിയാണ്. അതാണ് എറിക് സേഗൽ. ഈ ബുക്ക് 10-15 വർഷം പഴക്കമുള്ള ബുക്കാണ്. നാട്ടിലുള്ള പുസ്തകം ഇങ്ങോട്ട് കൊണ്ടുവന്നോ? ചിലതൊക്കെ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവരാണ്ടിരിക്കും. മലയാളത്തിലെ ചില റൊമാൻസിന്റെ ക്ലിഷേ ബ്രേക്കിംഗ് റൊമാൻസുകളില്ലേ, അതൊക്കെ അതിൽ പലതിലും സരീന വഹാബ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ പ്രതാപ് പോത്തൻ സ്റ്റുഡൻ്റ് ആയിട്ടൊരു സിനിമയുണ്ട്. സരീന വഹാബ് ആയിരുന്നു ക്ലാസ് ടീച്ചറായിട്ട്. പടത്തിൻ്റെ പേര് ഓർമ്മയില്ല.
അതൊരു നല്ല പടമാണ്. അങ്ങനെ കുറെ പാ- സാധനങ്ങൾ. പാളങ്ങൾ പാളങ്ങൾ സരീന പാളങ്ങൾ. വഹാബല. പാളങ്ങളാണെന്ന് തോന്നുന്നു. അതെ അതെ. ഇത് ചാമരമാണോ? എനിക്കറിയില്ല. ഈ ആ ചാമര നാഥ നീ വരും. ചാമരാണ് നാദാനി വായിച്ചു. ഓക്കെ, അങ്ങനെ കുറെ അത് പക്ഷെ സാധനങ്ങൾ. ഒരു ഓഡ് സിനിമയാണ് അത്. കാരണം അതൊരു എനിക്ക് അറിഞ്ഞൂടാ, അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്തിരുന്നു ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. പക്ഷെ അഗൈൻ ഷീ ഈസ് ഓൾസോ വെരി യങ് ടീച്ചർ, മേ ബി കപ്പിൾ ഓഫ് ഇയേഴ്സ് ഓൾഡർ ദാൻ ഹിം. ഇതൊരു മൊത്തത്തിലൊരു പവർ പ്ലേ സിറ്റുവേഷൻ അല്ല. മൊത്തത്തിൽ എനിക്കത് ഇഷ്ടം. പാളങ്ങൾ ഈ പറഞ്ഞമാര് മനസ്സിലായി. അനൂപ് മ്യൂട്ടിൽ നിന്ന് ഇറങ്ങ്, പലതും പറ. എനിക്കങ്ങനെ വലിയ താല്പര്യമില്ലാത്തൊരു ജോൺറയാണ് റൊമാൻസ്. അതെന്താ എന്നിട്ടാണ് റൊമാൻസ് നിങ്ങളെ പിടിച്ച് കടിച്ച? എന്നിട്ടാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതി വിട്ടത്. ലോല 2.0 പറയൂ. ലോല 2.0. അതിനൊരു കാരണമാണ് ഞാൻ പറയാം. ഇപ്പൊ നമ്മള് ഈ പണ്ട് ചെറുപ്പത്തില് നമുക്ക് ഹിന്ദി സിനിമയൊക്കെ കാണണമെങ്കിൽ ഈ ശനിയാഴ്ച രാത്രി ഇരിക്കണം. അതെ, ശനിയാഴ്ച രാത്രിയാണ് ദൂരദർശനിൽ എനിക്ക് തോന്നുന്നു 9 മണിക്ക് അങ്ങാണ്ട് ഇങ്ങനത്തെ ഹിന്ദി സിനിമ തുടങ്ങും. എന്നിട്ട് ഹിന്ദി സിനിമയിൽ ഈ പരസ്യം എല്ലാം ഇങ്ങനെ കയറ്റി വരുമ്പോഴേക്ക് ഇതിന് ഭയങ്കര നീളമാണ്. എനിക്കിത് തോന്നിയതാണെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ചുള്ള ഒരു 9 മണിക്ക് തുടങ്ങുന്ന ഹിന്ദി സിനിമ തീരുന്ന ഒരു 1 മണിക്കോ വല്ലതും ഒക്കെ ആയിരിക്കും. ഇതിനുള്ള സ്ഥിരമുള്ള ഒരു ട്രോപ്പ് എന്ന് വെച്ചാല് പ്രണയം കാണിക്കുന്ന ഇങ്ങനെയാണ്. അപ്പൊ ഇവർ തമ്മിൽ ഭയങ്കര റൈവൽറിയാണ്, ഈഗോയാണ് പ്രോബ്ലം. എന്നിട്ട് ഇതൊരു അനോയിങ് പോയിന്റ് വരെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാരപണിയും ഡയലോഗ് അടിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. ഒരു സ്പോട്ടിലെത്തുമ്പം ഇതങ്ങോട്ട് ടേൺ ചെയ്യുന്ന വെച്ചാല് മിക്കവാറും നായികയുടെ ഭാഗത്തുനിന്നുള്ള എന്തൊരു അഹങ്കാരമോ അല്ലെങ്കിൽ തെറ്റോ എന്തോ സംഭവിക്കും. നായകൻ കുറച്ച് റഫായിട്ട് പെരുമാറും. പിന്നെ കുറച്ച് കോൺട്രവേഴ്സ്യൽ എന്നിട്ട് നായകന്റെ ആ വിശാല മനസ്കത കണ്ട് നായികയ്ക്ക് അങ്ങോട്ട് പ്രണയം തോന്നും. നായകനൊന്ന് സോഫ്റ്റ് ആകും. ഇത് കണ്ട് ഈ ട്രോപ്പ് കണ്ട് മടുത്തിട്ട് ഈ സാധനത്തോട് എനിക്ക് അലർജി. അതുകൊണ്ട് അലർജി പണ്ടേ ഉണ്ട്. പിന്നെ റൊമാൻറ്റിക് മൂവീസ് ഒക്കെ കാണുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും പൈങ്കിളിയായിട്ടേ തോന്നിയിട്ടുള്ളൂ. പിന്നെ ഒരു പ്രത്യേക ഏജ് എത്തുമ്പോഴാണല്ലോ ഇതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നത്. അങ്ങനെ പതുക്കെ ഇൻട്രസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയപ്പോഴും കൂടുതലും ഇഷ്ടം അൺറെക്വറ്റഡ് ലവ് എന്നുള്ളൊരു ജോൺറയോടാണ്. എല്ലാത്തിലും അങ്ങനെയാണല്ലോ. തിരിച്ചു കിട്ടാത്ത പ്രേമം നെഞ്ചിന്റെ തേങ്ങയാണ്. അതൊരു ടീനേജ് ആകുമ്പോഴേക്ക് ശരിക്കും കൊണ്ടു തുടങ്ങും. കാരണം ആ സമയത്താണല്ലോ കംപ്ലീറ്റ് തിരിച്ചു കിട്ടാത്തതാണ്. മനസ്സിൽ കൊണ്ടു കിടക്കും. പുറത്തു പറയാൻ ധൈര്യമില്ല. പക്ഷെ കുഴപ്പമില്ല, ആഴ്ചയിൽ വിങ്ങലാണല്ലോ. സേഫ് ആണ്. വെക്കേഷൻ താല്പര്യമില്ലാതെ ആവുന്നുണ്ട്. അങ്ങനെയല്ലേ? കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഒരു ബ്യൂട്ടിഫുൾ പ്രണയം ഞാൻ ആസ്വദിച്ചു തുടങ്ങുന്നത് പത്മരാജന്റെ സിനിമകളിലും. അഗൈൻ ഇറ്റ്സ് അൺറെക്വറ്റഡ് ലവ്, അല്ലെങ്കിൽ അൺകൺവെൻഷനൽ ആയിട്ടുള്ള ലവ്. ലൈക്ക് ഞാൻ ഗന്ധർവൻ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ലൈക്ക് ആ പ്രണയം എന്ന് വെച്ചാല് they don't have to share it with the rest of the world. It's between two people. ഒരു സീക്രട്ട് പ്രണയമാണ്. And it's in a way I won't say it's unrequited, but it's like a forbidden love. അത് തൂവാന തുമ്പികൾ, സ്റ്റാർ ക്രോസ്ഡ് ലവ്. വൈശാലി കുറച്ച് അങ്ങനെയല്ലേ? വൈശാലി അത് എനിക്ക് മാനിപ്പുലേഷൻ. പക്ഷെ ഈ പെൺകുട്ടിക്ക് അതറിയില്ലോ, 16 വയസ്സേ ഉള്ളൂ. ഷീ ജെനുവിൻലി ലൈക്ഡ് ഹിം. അവനും ഇഷ്ടമായിരുന്നു. പക്ഷെ ഹി വാസ് ഓൾസോ അവസാനത്തെ സീക്വൻസില് ഇവരെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് അവള് വരുന്നത്. സീൻസ്
And it's heartbreaking to see that she does not get to be with him. അതിലുപരി ഒരു ചതിയുടെ കഥയാണ്, അവരെ അങ്ങ് തഴയാണ്. പിന്നെ പത്മരാജന്റെ They are സ്റ്റൈൽ ഷോർട്ട് literally സ്റ്റോറീസ് ആണ്. trampled. കാരണം അവരെ തുടക്കത്തിൽ വൈശാലിയും അമ്മയൊക്കെ പ്രോമിസ് ചെയ്തേക്കുന്നത് എന്താ പറയുന്നത്, ഒരു ഔട്ട്റൈറ്റ് ലൗഡായിട്ട് പറയുന്നില്ല, പക്ഷെ ഒരു രാജകീയ സ്ഥാനം, ആക്സെപ്റ്റൻസ് ഇൻ ടു ദ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് ആയപ്പോ രാജാവ് സ്വന്തം മോളെ കൊണ്ട് കെട്ടിക്കുകയാണ്. നല്ലൊരു മൂവിയാണ് വൈശാലി, ഒരുപാട് വട്ടം കണ്ട ഫിലിം. ദേശാടന കിളി കരയാറില്ല എന്ന പടമല്ലേ അത്? ശരിക്കും പറഞ്ഞാല് അത് അന്നൊന്നും കണ്ടപ്പോൾ അതിന്റെ എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. കുറെ കാലം, അതായത് എനിക്കൊരു ഞാൻ ദൂരദർശനിൽ വന്നപ്പോൾ ചെറുപ്പത്തിൽ കണ്ടായിട്ട് ഓർമ്മയുണ്ട്. ഭയങ്കര ഡൾ സിനിമയായിട്ട് തോന്നി. പിന്നെ അത് ഇരുന്ന് കാണേണ്ട അവസ്ഥ വന്നപ്പോൾ, അതായത് അന്ന് ചാനൽ മാറ്റാനൊന്നും ഇല്ലാത്ത സമയത്ത് മുഴുവൻ ഇരുന്ന് കണ്ടിട്ടും ഇതെന്താണെന്ന് പിടികിട്ടാതെ, പിന്നെയാണ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് അതിന്റെ പുറകിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഷാരിക്ക് അതെ, ഷാരിയും കാർത്തിക് തമ്മിലുള്ള പ്രണയമാണ്, രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള പ്രണയമാണ് കാണിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി കാർത്തിക അതിനിടയ്ക്ക് കാർത്തിക മോഹൻലാൽ ആ സമയത്താണ് നമുക്ക് ആ സ്പാർക്ക് ശരിക്കും തോന്നുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അതായത് കാർത്തിക മോഹൻലാലിനോട് ഇച്ചിരി അട്രാക്റ്റഡ് ആകുമ്പോൾ പുള്ളിക്കാരി പ്രൊട്ടക്റ്റീവ് ആവാൻ ശ്രമിക്കുന്ന സമയത്താണ്, അപ്പോഴാണ് എന്തെങ്കിലും ഒരു ക്ലൂ തോന്നുന്നത്. അല്ലാതെ ആ സിനിമയിൽ എവിടെയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷേ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും, ഇപ്പോൾ വായിച്ചെടുക്കാൻ പറ്റും. അത് ഒരു ഏജ് കഴിഞ്ഞാലേ പറ്റുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല അന്നത്തെ കാലത്ത് ആളുകൾക്ക് അത് റീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇല്ല അതിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ഇപ്പോഴാണ് വരുന്നത്, ശരിക്കും കുറച്ചുകൂടി അടുത്തെത്തിയിട്ടാണ് വരുന്നത്. I was this many years old എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു ഫസ്റ്റ് കത്തിയപ്പോ. ഒരുപക്ഷെ ഷാരിക്കും അറിയില്ലായിരിക്കും. I don't think so. പുള്ളിക്കാരത്തിന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു when they came to cast her. I don't think she understood. I mean the character. And she was very young. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഡയറക്ടർ പറയുന്നത് ചെയ്യാ എന്നല്ലാണ്ട് അത് കൂടുതലൊന്നും അതില് ഷാരിയുടെ ക്യാരക്ടറും ആക്ച്വലി സി എ ലോട്ട് ഓഫ് ക്വീർ ക്യാരക്ടേഴ്സ്, they don't know they're queer until a certain point. അതുവരെ പലപ്പോഴും അവരുടെ സെക്ഷുവാലിറ്റി അവർ അഡ്രസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഘട്ടം വരത്തില്ല. ദേ വിൽ ബി കൺഫ്യൂസ്ഡ്. ചിലർക്കൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാകുന്നത്, ദിസ് ഇസ് നോട്ട് ദ ലൈഫ് ദാറ്റ്സ് ഫോർ മീ എന്നൊക്കെ പതുക്കെ തിരിച്ചറിവ് ഉണ്ടാവുന്നത്. സോ മേ ബി പത്മരാജന്റെ കാര്യം പറഞ്ഞപ്പോൾ ലോല എന്ന് പറഞ്ഞൊരു ചെറുകഥയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നീയും നിനക്ക് ഞാനും വിട തരിക, മാപ്പ് തരിക, ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക. അപ്പൊ അത് ഒരുപാട് വട്ടം വായിച്ചിട്ടാണ് ഞാൻ ലോല 2.0 എന്ന് പറഞ്ഞ കഥ എഴുതിയത്, കുറച്ച് സ്പിൻ ഓഫ് ആയിട്ട്. എനിക്കും എന്റെ സ്റ്റോറീസിലും എനിക്കിങ്ങനെ ഇഷ്ടം അൺറെക്യൂറ്റഡ് ലവ് അല്ലെങ്കിൽ ഫോർബിഡൻ ലവ് ആണ്. അത് എന്റെ കഥ വായിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. സഫലമായ പ്രണയകഥകൾ അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കില്ല. അതെ, കുറച്ച് വേദനയുണ്ട്, ഒന്നും നുള്ളി നോവിച്ചാലേ ഒന്ന് മനസ്സിലിരിക്കും. പിന്നെ ഇഷ്ടപ്പെട്ട കുറെ ഹോളിവുഡ് മൂവീസ് ഉണ്ട്. 500 Days of Summer അത് കണ്ടിട്ടുണ്ടോ? അത് കുറച്ചും കൂടെ റിയലിസ്റ്റിക്, എന്താ പറയുന്നേ, ആണുങ്ങളുടെ മനസ്സിലുള്ള ആക്ച്വലി ഇൻസ്പയർഡ് ആണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഏതാണ്ട് ഒരു ഫീൽ, പക്ഷെ നോൺ ലീനിയർ കഥ പറച്ചിലാണ് അതിന്റെ ഒരു മെയിൻ സാധനം. ജോസഫ് ഗോർഡൻ ലെവിറ്റ് ആണ് നായകൻ. നൈസ് പടമാണ്. സമ്മർ എന്ന് പറയുന്നത്
ആ വ്യക്തിയുടെ പേരാണ്, പെണ്ണിന്റെ പേരാണ്, പെൺകുട്ടിയുടെ തന്നെ പേരാണ്. പെൺകുട്ടിയുടെ പേരാണ്. അപ്പൊ അത് അത് രക്ഷയില്ല. സ്പോയിലർ അല്ലാതെ ബേസിക്കലി ദർ ഈസ് എ ലവ് സ്റ്റോറി ബട്ട് ഐ എം നോട്ട് പാർട്ട് ഓഫ് ഇറ്റ് എന്നുള്ളൊരു തിരിച്ചറിവാണ്. എല്ലാ ലവ് സ്റ്റോറീസും സഫലമാവില്ല. And the other person has a totally different set of experiences. അവരുടെ ചോയ്സസ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളൊരു നല്ലൊരു എന്താ പറയുക മോറൽ സയൻസ് ചാപ്റ്റർ ആയിട്ട് എനിക്കത് കൺസിഡർ ചെയ്യാൻ പറ്റും. എനിക്ക് ഒരുപാട് ആൾക്കാർ കാണേണ്ട ഒരു ഫിലിമാണ്, പ്രത്യേകിച്ച് ആണുങ്ങൾ. മേരി പ്യാരി ബിന്ദു കണ്ടിട്ടുണ്ടോ നിങ്ങള്? സോറി, മേരി പ്യാരി ബിന്ദു എന്ന് പറഞ്ഞിട്ട് ആയുഷ്മാൻ ഖുറാനയുടെ ഒരു മൂവി ഉണ്ട്. ഇറ്റ്സ് ഗോട്ട് എ വെരി ബ്യൂട്ടിഫുൾ സോങ് ഓൾസോ. ഇത് ഇതേമാരെ ഈ 500 Days of Summer-മാരെ 2 ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. ഷീസ് എ സീരിയൽ, ഈ പറഞ്ഞ പോലെ പ്രേമരോഗിയാണ്, പല പ്രേമങ്ങൾ പൊളിയുന്നു, എഴുതുന്നു. ഹി ഹാസ് ഓൾവേസ് ഹാഡ് എ സോഫ്റ്റ് കോർണർ ഫോർ ഹർ ആൻഡ് ഇവൻച്വലി ദേ ഫോൾ ഇൻ ലവ്. കല്യാണം വരെ തീരുമാനിച്ചിട്ട് she runs away and eventually she marries somebody else and has a child and they meet again. അപ്പം ഈ പറഞ്ഞ കഥയാണ്. ലൈക്ക് they were always supposed to be friends and anything more than that it would have ruined. പക്ഷെ they come back to a point where they find the acceptance. അയാൾക്ക് ആസ്ത്രി വേറെ കല്യാണം കഴിച്ചു കുട്ടിയൊക്കെ ആയി, ഇയാൾ ഈസ് സ്റ്റിൽ അൺമാരിഡ്. ക്ലോഷർ ഉണ്ട്. ക്ലോഷർ. അപ്പൊ ഇവൻച്വലി they meet. അവര് നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പൊ ഇസ്രയുടെ അച്ഛൻ എന്തോ മരിച്ചു കഴിയുമ്പോ വീട് ക്ലിയർ ചെയ്യാനായിട്ട് എന്തോ അസ്ഥി വരും മോളെയും കൊണ്ട്. then they find a closure and it's a very 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 beautiful movie. എനിക്കത് ഭയങ്കര ഇഷ്ടം. അതിലൊരു നല്ലൊരു പാട്ടുണ്ട്, ഈ സ്ത്രീ പാടിയേക്കണതാ, പരിണീതി ചോപ്ര പാടിയേക്കുന്ന ഒരു പാട്ട്, എനിക്ക് ഓർമ്മ വരില്ല, പക്ഷെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് ഓൾസോ. സോനു നിഗമും പരിണീതി ചോപ്രയും കൂടെ പാടിയൊരു പാട്ടുണ്ട്. If you haven't, ഈ 500 Days of Summer സിമിലർ ആയിട്ടുള്ളത്. ഒരു ആഡ് ഓർമ്മയുണ്ടോ? കാലിബർ, ബജാജ് കാലിബറിന്റെ ഒരു ആഡ് ഉണ്ടായിരുന്നു ബൈക്കിന്റെ. അതിനകത്ത് ഹുഡിബാബയല്ല, ഇത് ഒരു ഉഗ്രൻ സാധനമാണ്. അതായത് ഈവൻ ഇയാള് ബൈക്ക് ഓടിച്ചു വരുവാണ്. അപ്പൊ പുള്ളി പഴയ ഓടിച്ചു വരുമ്പോ മറ്റേ കാമുകിയുടെ പഴയ ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കി ഇങ്ങനെ വരുമ്പോ വഴിയിലൊരു പട്ടിക്കുഞ്ഞിനെ കാണും. പട്ടിക്കുഞ്ഞിനെ, ഓർഫൻ പപ്പിനെ കാണും. അതിനെ എടുത്തിട്ട് പുള്ളി ഒരു ഹൈവേ കൂടെ ഇങ്ങനെ വരുവാണ്. അപ്പൊ അതിനെ വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുവരുന്നു. പുള്ളിക്കാരുടെ വീട്ടിലെത്തുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പുറത്തേക്ക് വരും. പുള്ളിക്കാരി അറിയാണ്ട് ടച്ച് ചെയ്യുന്നത് പുള്ളിക്കാരുടെ മംഗൾസൂത്രത്തിലാണ്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളിക്കാരുടെ മോൻ ഇറങ്ങി വരും. മോൻ ഇറങ്ങുമ്പോൾ മോൻ അത് കൊടുത്തിട്ട്, ആ പട്ടിക്കുഞ്ഞിനെ കൊടുത്തിട്ട് ഇവൻ ഹി ഷേക്സ് ഇറ്റ് ഓഫ് ആൻഡ് ഹി ഗോസ് ബാക്ക് ടു ഹിസ് ബൈക്ക്. ബജാജ് കാലിബർ, ദി അൺഷേക്കബിൾ. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആഡായിരുന്നു അത്. ഈ പറഞ്ഞ പോലെ അൺറിക്വിറ്റഡ് ലവ്, സോറി അൺറിക്വിറ്റഡ് അൺഫുൾഫിൽഡ് ലവ്. ആഡ്സിലെ സ്റ്റോറി ടെല്ലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ, പ്രത്യേകിച്ച് ഇപ്പൊ അതൊന്നും ഇല്ല. പണ്ടൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. 5-10 സെക്കൻഡില് ഭയങ്കര സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു. ആരെങ്കിലും വേർ ദ ക്രോഡാറ്റ്സ് സിംഗ് വായിക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടില്ല. ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ പോകുന്ന ഒരു സ്ഥലത്താണ് ഇതിന്റെ കഥ മുഴുവൻ നടക്കുന്നത്. നോർത്ത് കാരോലിനയുടെ ഈസ്റ്റേൺ കോസ്റ്റിലെ സ്വാംപ്സ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഭയങ്കര അറ്റ്മോസ്ഫിയറിക് ആയിട്ടാണ് എനിക്ക് ആ ബുക്ക് തോന്നിയിട്ടുള്ളത്. സിനിമ കണ്ടു, സിനിമ ഈസ് ഓക്കെ, വാച്ചബിൾ. പക്ഷെ ആ ബുക്ക് ശരിക്കും നമ്മൾ അവിടെ അങ്ങ് കൊണ്ട് ഇറക്കുകയാണ് പുസ്തകം. അത് ആക്ച്വലി അഗൈൻ ഇത് തുടങ്ങുന്നത് ഈ പറഞ്ഞ പോലെ മർഡർ മിസ്റ്ററി ഒക്കെ ആയിട്ടാണെങ്കിലും and then it moves into ആ ഒരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറി ത്രൂ അബാൻഡൻമെന്റ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. പക്ഷെ ആ എൻറ്റയർ തിങ്ങില് അഗൈൻ ദാറ്റ് ഹെർ ലീഡിങ് ലൈറ്റ് is that love, right? It keeps correcting her and bringing her forward. വളരെ വളരെ ഇഷ്ടമായ സാധനമാണ്. ഇതൊരു ഭയങ്കര ഒരു ഹാർട്ട് അഗൈൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ ലൈഫ് ലോങ് ഷീസ് ബീൻ അബാൻഡൻഡ് ഓർ അബ്യൂസ്ഡ് എന്നാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് വാസ് ഫിസിക്കലി അബ്യൂസീവ് ആയിരുന്നു അയാള്. ഒരിക്കലും ഒരു
ഈ പറഞ്ഞ മാതിരി ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ഇസ് ഹെർ ഓൺലി സോളേഴ്സ് ഇൻ ലൈഫ്. ആൻഡ് എല്ലാരും പോവാണ്, അമ്മയും പോവാണ്, ബ്രദർ പോവാണ്. എല്ലാരും അവളെ ഇട്ടിട്ട് പോവാ. ഒരു വീട്ടിൽ അവൾ ഒറ്റയ്ക്കാവുകയാണ്. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് അവള് കക്കയോ അങ്ങനെ എന്തോ സാധനം പറക്കി വിളിച്ചിട്ട് ഒരു ബ്ലാക്ക് ഫാമിലിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്ത് ആണ് അവള്. അപ്പൊ അവൾക്ക് ഉടുപ്പൊക്കെ അവരാണ് തുന്നി കൊടുക്കുന്നത്. മറ്റേ പള്ളിയിൽ നിന്ന് അബാൻഡൻ ചെയ്ത അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്ന ഫുഡ് ഇതൊക്കെ ഡ്രസ്സൊക്കെ കൊടുത്താണ്. ഇപ്പം ആ നാട്ടില് എല്ലാരും ഇവളെ ഒരു നമ്മുടെ വൈൽഡ് ഗേൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന, അതായത് ഒരു നമ്മുടെ മൗഗ്ലിമാരെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ there are few people in that village who treat her with kindness and it's so heartwarming to read. നമുക്ക് പാവം തോന്നുന്നു, കാരണം 8-10 വയസ്സുള്ള കുട്ടിയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ആ വീട്ടില്. കാരണം അവൾ അവിടെ നിൽക്കുന്നതിന്റെ റീസൺ is she thinks her parents will come back. ഭയങ്കര ഒരു സാഡ്. എനിക്ക് അതുകൊണ്ട് maybe that's why I didn't want to watch the movie, because ബുക്ക് വായിച്ചിട്ട് തന്നെ എന്റെ ബുക്കിന്റെ അത്ര ഇമോഷൻസ് മൂവിക്ക് വന്നിട്ടില്ല. ബുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇത് 2 years എന്തോ ആയി ഇറങ്ങിയിട്ട്. ഇറ്റ്സ് ക്വൈറ്റ് വെരി പോപ്പുലർ ഓൺ ബുക്സ്റ്റാഗ്രാമിലും ബുക്ക് ടോക്കിലും ഒക്കെ ഭയങ്കര പോപ്പുലർ. 3-4 വർഷം ഇറങ്ങിയിട്ട് ഭയങ്കര പോപ്പുലറായി. എനിക്കിപ്പോഴും പടത്തിന്റെ കാര്യം, സിനിമ കണ്ടതിന്റെ ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പടം മൊത്തത്തില് വളരെ ക്ലീൻ പടമാണ്. ഞാൻ ഈ പടം കണ്ട് ലാസ്റ്റ് സീനിൽ എന്തോ ആണ് കുറച്ചൊരു ന്യൂഡിറ്റി ഉള്ളത്. ആ സമയത്ത് ചെറുക്കൻ കയറി വന്നിട്ട് ടിവിയിലൊക്കെ ഇട്ട് അച്ഛാ യു ആർ വാച്ചിങ് ന്യൂഡിറ്റി. ഈ ക്രോഡാഡ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഫിഷോ? ക്രോഡാഡ് കൊഞ്ച്. ഓക്കെ ഫ്രഷ് വാട്ടർ കൊഞ്ച്. അതിന് ആക്ച്വലി ആ ബുക്കില് ഈ ഇതിന്റെ വീടിന്റെ ഈ സ്വാംപിൻ മാർഷ്ലാൻഡ് കൂടി ഇവള് വഞ്ചി ഓടിക്കുന്ന ഒരു ഫുൾ ടൈം പുള്ളിക്കാരി വെള്ളത്തിലാണ്, ഇതിന്റെ പിന്നിലെ വെള്ളത്തിലാണ് പുള്ളിക്കാരി ലൈഫ്, ആ മാർഷി ഏരിയയിലാണ്. അതിന്റെ ഒക്കെ ഈ പറഞ്ഞ മാതിരി ഉള്ള നമുക്ക് വളരെ അറ്റ്മോസ്ഫിയറിക് ആവുന്ന ഒരു തരത്തിലുള്ള റൈറ്റിംഗ് ആണ് അതിന്റെ. നമുക്ക് ഫീൽ ചെയ്യാം നമ്മൾ ആ ഒരു മാർഷിയിൽ ഒരു പിങ്കിഷ് ഇതൊക്കെയുള്ള ഒരു മാർഷ് ലാൻഡിൽ നമ്മൾ എത്തിയതായിട്ട്. നമ്മളെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട്, ഞാൻ ഈ ലാൻഡ് ഒരിക്കലും അമേരിക്കയിൽ ഞാൻ പോയിട്ട് പോലുമില്ല, പക്ഷെ എന്നാലും നമുക്കത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെയൊക്കെ കണ്ടൊരു പ്രതീതി. ഞാൻ അവിടെ ഒരുപാട് ആ സൈഡിലൊക്കെ ഒരുപാട് പോയിട്ടുള്ളത് കൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വുഡൻ ലോഗ് ക്യാബിനിലാണ് പുള്ളിക്കാരത്തി താമസിക്കുന്നത്. ആക്ച്വലി അവിടെയുള്ള ആളുകളുടെ ലൈഫൊക്കെ കുറെയൊക്കെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒക്കെ അങ്ങനെയാണ്. കുറെ the people themselves are abandoned. സ്വാം തിങ് എന്ന് പറഞ്ഞൊരു സീരീസ് കണ്ടിട്ടുണ്ടോ? ഡിസ്കണ്ടിന്യൂഡ് ആണ്. ഞാൻ ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കണ്ടായിരുന്നു. DC സൂപ്പർ ഹീറോ ആണ്. ഒരു സിമിലർ സ്ഥലത്താണ്, പേര് പോലെ തന്നെ സ്വാംപ്. ഞാൻ അതിന്റെ കോമിക്സ് കണ്ടിട്ടുണ്ട് ലൈബ്രറിയിൽ, ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഇറ്റ്സ് നൈസ്. സ്വാമ്പുകൾ ഭയങ്കര സ്കേറി ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഈ ഡെലിവറൻസ് എന്ന് പറഞ്ഞൊരു ഫിലിം കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് ഡെലിവറൻസ്. ജോൺ വോയിറ്റ് ആണ് നായകൻ. ആന്റലീന ജോലിയുടെ ഫാദർ ഇല്ലേ, ഫസ്റ്റ് ആനക്കോണ്ടയിലെ വില്ലൻ. അയാളെ ചെറുപ്പത്തൊക്കെ ഭയങ്കര സുന്ദരനാണ്. അയാളാണ് എന്റെ ഹീറോ. ഡെലിവറൻസ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ഹൊറർ മൂവി. വലിയ സംഭവമൊന്നുമില്ല. ഒരു 4 ഫ്രണ്ട്സ് അവര് ഒരു മാർഷി ആയിട്ടുള്ളൊരു സദേൺ ടൗണിലോട്ട് പോകുന്നതാണ് ഈ കയാക്കിങ്ങിന് വേണ്ടി. അവിടുത്തെ ആൾക്കാർ കുറച്ച് ഹോസ്റ്റൈലാണ്. ആൻഡ് വെൻ ദേ ഗോ ദെയർ, ഇവരെ ഒരു ലോക്കൽസ് 2 പേര് പിടിച്ചു നിർത്തി അവരെ ഒരുപാട് അബ്യൂസ് ചെയ്യും. ഒരാളെ നല്ലോണം അസോൾട്ട് ഒക്കെ ചെയ്യും. ആൻഡ് ഇവരെ ഇത് ഈ അസോൾട്ട് മറയ്ക്കാൻ വേണ്ടി ഇവരെ കൊല്ലുമെന്നുള്ളൊരു സ്ഥിതിയിൽ എത്തുമ്പോൾ ഇവര് തിരിച്ച് റിയാക്ട് ചെയ്യും. ആൻഡ് ദേ കിൽ എ മാൻ. സംഭവം എന്നിട്ട് അത് മറച്ചു വെക്കാനുള്ള സംഭവം. ഐ തിങ്ക് ഐ എം ഗിവിംഗ് അവേ ടു മച്ച് ഓഫ് ദ പ്ലോട്ട്. മസ്റ്റ് വാച്ച് ആണ്.
പക്ഷെ ആ പടം കണ്ടു കഴിഞ്ഞാൽ ഈ മാർഷലിനൊക്കെ നമ്മൾ വേറെ രീതിയിലേ കാണത്തുള്ളൂ. പ്ലേസ് വിച്ച് ക്യാൻ അത് ഹോൾഡ് മെനി ബേസിക്കലി എനിക്ക് തോന്നുന്നു സീക്രട്സ്. ഈ ലൂയിസിയാന സൈഡിലത്തെ സ്വാംസ് ഒക്കെ ഡെഡ്ലി ബ്യൂട്ടിയാണ്. പ്രത്യേകിച്ച് ആൻഡ് ഫ്ലോറിഡയിലെ മറ്റേ എവർഗ്ലേഡ്സ് നാഷണൽ പാർക്കൊക്കെ ഭയങ്കര ഡെഡ്ലി ബ്യൂട്ടിഫുൾ ആണ്. ആരെങ്കിലും കൊന്നിട്ട് കഴിഞ്ഞാൽ മുതലക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ, ചിങ്കണ്ണിക്കിട്ട് കൊടുത്താൽ തീർന്നു. ഈ ചിക്ക് ഫ്ലിക്സ് നേരത്തെ അനൂപ് മറ്റേ ഹിന്ദി പടങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഹോളിവുഡ് ചിക്ക് ഫ്ലിക്സ് ഉണ്ടായിരുന്നോ, ഒരേ പാറ്റേണിലുള്ള സിനിമകൾ, നായികയും നായകനും ആദ്യം തമ്മിൽ പ്രശ്നമായിരിക്കും, അവരൊരു റിലേഷൻഷിപ്പിൽ എത്തും, കാരണം ദേ ബോത്ത് ഹാവ് ദെയർ ഓൺ റിലക്റ്റൻ്റ്ലി ഇൻ ടു എ റിലേഷൻഷിപ്പ് ബിക്കോസ് ദേ ഹാവ് ദെയർ ഓൺ മോട്ടിവേഷൻസ്. എന്നിട്ട് ഓക്കെ പ്രപ്പോസൽ, വാട്ട് ഹാപ്പൻസ് ഇൻ വേഗസ്, ടൈമിംഗ് ദ ഷൂ ആണ് നമ്മുടെ ഷേക്സ്പിയറിന്റെ ടൈമിംഗ് ദ ഷൂ ആണ് 10 things I hate about you. എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നറിയോ? ഹൗ ടു ലൂസ് എ ഗേൾ ഇൻ 10 days അങ്ങനെ എന്തോ ഒരു സാധനം, ഹൗ ടു ലൂസ് എ ഗൈ, അങ്ങനെ എന്തൊക്കെയോ സിനിമകളുണ്ട്, എല്ലാം ഒരേ പാറ്റേൺ മിക്കവാറും. ഒരു പ്രൊട്ടസ്റ്റ്, 10 things I hate about you, it's a wonderful movie. ബാക്കി പറഞ്ഞ ഫിലിംസിനോടൊക്കെ ഞാനൊരു മൂരാച്ചി അനുഭവമാണ്. I don't like those. But 10 things I hate about you, ഒന്നാമത് the cast is so good. നമ്മുടെ ഗോർഡൻ ജോസഫ് ലെവിറ്റ്, പുള്ളി, ഹീത്ത് ലെഡ്ജറിന്റെ ഒക്കെ ആ ഒരു ഓസ്ട്രേലിയൻ ആക്സെന്റ് ഇല്ലേ, സോ ഗുഡ്. പെൺകുട്ടിയുടെ പേരെന്തായിരുന്നു? രണ്ട് പെൺപിള്ളേരുടെ അച്ഛൻ, പുള്ളി മനുഷ്യനായിരുന്നു, മറന്നുപോയി, കുറെ വേണ്ടതാ. പുള്ളി മറ്റേ ഡേറ്റിംഗ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അച്ഛനാണ്. അതെ, ഇറ്റ്സ് അബ്സല്യൂട്ട് ജോയ് ഓഫ് എ മൂവി. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ്. എനിക്ക് ചില മൂവീസ് ഉണ്ട് which I regard as very good. They have to be good movies to be good love stories. അങ്ങനെയാണ്. അത് പറഞ്ഞ ECA എന്ന് പറഞ്ഞ എമാ സ്റ്റോണിന്റെ ഒരു ബുക്ക്, ഒരു ECA എനിക്കറിയാം, നമ്മളെ എമാ സ്റ്റോൺ, പുള്ളിക്കാരുടെ തന്നെ ക്രേസി സ്റ്റുപ്പിഡ് ലവ്, സ്റ്റീവ് കാരലും ഒക്കെ ഉള്ള, റയൻ ഗോസ്ലിംഗ്, അത് അങ്ങനത്തെ കുറച്ച് മൂവീസ് ഒക്കെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ചില മൂവീസ് അധികവും നേരത്തെ കൃഷ്ണകുമാർ പറഞ്ഞ പോലെ ആ ട്രോപ്പാണ്, കണ്ടങ്ങ് മടുക്കും. എന്നോട് ഒരിക്കലൊരു പെൺകുട്ടി നോട്ട്ബുക്ക് നല്ലയാണെന്ന് പറഞ്ഞു റെക്കമെൻഡ് ചെയ്തു. ഞാൻ എനിക്കൊരുപാട് റിസർവേഷൻസ് ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ പോയി തല വെച്ചു. കാരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞു നോട്ട്ബുക്ക് ഭയങ്കര നല്ല ഫിലിമാണ്. റയൻ ഗോസ്ലിംഗ് ഉണ്ട്, പിന്നെ പുള്ളിക്കാരുടെ പേരെന്ത്, മീൻ ഗേൾസിനകത്തൊക്കെ ഉള്ള ക്യൂൻബി, റേച്ചൽ മെക്കാഡംസ്, അവളുണ്ട്. I watched it. For me it was a horrible movie. So anyway, ഇഷ്ടപ്പെട്ട ഒരു ഫിലിം ഹർ. Beautiful. Unconventional romance. ChatGPT. Actually, that is what it is. Somebody falling in love with ChatGPT. Yeah, absolutely. ലേഖ കണ്ടിട്ടില്ലേ? വാക്കിൻ ഫീനിക്സ് അല്ലേ? വാക്കിൻ ഫീനിക്സ് ഒരു രക്ഷയില്ല. സ്കാർലെറ്റ് ജോഹാൻസൺ സൗണ്ട് മാത്രം, സ്കാർലെറ്റ് ജോഹാൻസന്റെ സൗണ്ട് മാത്രം കണ്ടു നോക്കണേ, നല്ല പടമാണ്. സൗണ്ട് ലൈക്നെസ്സും ഉണ്ട് അതിനകത്ത്, വരുന്നുണ്ട് പുള്ളിക്കാരി. അഗൈൻ ഇറ്റ്സ് ആ തുടക്കത്തിൽ ആ സ്റ്റോറി സെറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, വി ഫീൽ ദാറ്റ് ലോൺലിനെസ്. absolutely and the people getting out of touch, like അതിനകത്ത് പുള്ളിയിലെ ഗ്രീറ്റിംഗ് കാർഡ് എഴുത്തുകാരനും എന്തോ ആണ്. ബട്ട് യു ക്യാൻ സീ ത്രൂ ഔട്ട് ദ മൂവി ആൾക്കാർ ഇമെയിലൊക്കെ ChatGPT കൊണ്ട് ചെയ്യിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ലൈക്ക് all the communications otherwise it's very sanitized, and he gets into this AI program and it's nice. We can feel they falling in love, അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ. ഇറ്റ്സ് an OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. Her, it's a beautiful movie. Again, must watch.
Anyway, ആ കോൺവെർസേഷൻ ഞാൻ കൃഷ്ണകുമാറിന്റെ അടുത്തൊന്ന് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി. ബാക്ക് ടു യു. അല്ല എനിക്ക് പ്രത്യേകിച്ച് പിന്നെ എനിക്ക് ആഡ് ചെയ്യണമെന്നില്ല. എല്ലാം ഇതുപോലത്തെ സിനിമ ഒരു സബ് ജോണർ പറഞ്ഞ ചിക്ക് ഫ്ലിക്ക്. നമ്മുടെ ഹ്യൂ ഗ്രാൻഡ്, മാത്യു മക്കോണഗി എല്ലാവരും ഉണ്ടാവും ഇതിനകത്ത്. പല മറ്റേ നോട്ടിംഗ് ഹിൽ നോട്ടിംഗ് ഹിൽ അങ്ങനെ നോട്ടിംഗ് ഹിൽ എനിക്ക് ഐ മീൻ ഇറ്റ്സ് സംതിങ് ഐ ലൈക്ക് ഇറ്റ്. അത് ഒരു വെറും ചിക്ക് ഫ്ലിക്ക് അല്ല. അല്ല പ്രിറ്റി വുമൺ, നോട്ടിംഗ് ഹില്ലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ലവ് ആക്ച്വലി എന്ന് പറഞ്ഞിട്ട് ആന്തോളജി ലവ് ആക്ച്വലി നല്ലതാ. Love ലവ് ആക്ച്വലി Very നല്ലതാണ്. good. ആന്തോളജി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീരീസ്. സെറൻഡിപിറ്റി കണ്ടിട്ടുണ്ടോ? സെറൻഡിപിറ്റി പറ്റി ഞാൻ കണ്ടില്ല. നൈസാണ്. നല്ലതാ. ജോൺ കുസാക്ക്. എനിക്ക് അയാളെ ഇഷ്ടമാണ്. എനിക്ക് അയാളുടെ സിസ്റ്ററിനെ ഇഷ്ടമാണ്. നല്ല കോമിക് ടൈമിംഗ് ഉള്ള ഒരു സ്ത്രീ അവര്, ജോൻ കുസാക്ക്. നല്ല കോമിക് ടൈമിംഗ് ഉണ്ട്. എനിക്ക് അതിന്റെ കുറെ കാലം ഈ കുസാക്ക് വേഴ്സസ് ഷായും ഉണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് സിബ്ലിങ്സ് ആണ്. അതെ, എന്താ പറയണ, ഇതൊക്കെ കണ്ടിരുന്നത് സിംഗിൾ ആയിരുന്നപ്പോൾ കാലമാണ്. സോ ഇറ്റ് റിയലി കൈൻഡ് ഓഫ് ഗിവ്സ് യു എന്താ പറയണ, it gives a wrong picture of what romance is about, to be honest, all of these movies. Coming from Bollywood, ഇതിന്ന് വന്നിട്ട് നമുക്ക് ലവിനെ കുറിച്ച് റോസി കളേർഡ് പിക്ചർ ഉണ്ടാവുന്ന വളരെ സാധാരണമാണ്. ഐ ഡോണ്ട് തിങ്ക് അത് മൈ ബബിൾ ബേസ്റ്റർ അച്ഛനായിരുന്നു. എനിക്ക് ഷാറുഖ് ഖാൻ, എന്റെ വീട്ടിൽ ഷാറുഖ് ഖാൻ ആർക്കും ഇഷ്ടമല്ല, എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പൊ ഞാൻ ഈ കൊച്ചോത്താ പകലേക്ക സോഫയെ കിടന്ന് ഇങ്ങനെ കാണും. അച്ഛൻ ഇയാൾക്ക് എന്താ ജോലി, ഇവന് രാവിലെ ആയിട്ട് ജോലിക്കൊന്നും പോകണ്ടേ, ഇവൻ എങ്ങനെയാണ് കഞ്ഞി കുടിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ ഇതൊന്നും ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ അല്ല എന്നാലും നമുക്ക് ലൈഫിൽ ഇതൊക്കെ വേണമല്ലോ. അതാണ് മലയാള പടം കാണാൻ പറയുന്നത്. അല്ലെങ്കിൽ തമിഴ് പടം കാണണം, അല്ലെങ്കിൽ ആ സമയത്ത്, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ നെക്സ്റ്റ് ലെവലാണ്. അത് താഴെ അങ്ങ് ഭാരതിരാജയുടെ ഒക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഡെസ്പായി പോവും. മറ്റേ രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് ആ പടം അല്ല, അതറിയില്ല, സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. രാസാത്തി ഒന്ന്, അതിനകത്ത് ഈ നായകനും നായികയും ഒന്നിക്കുന്നത്, അവര് രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ച് കമ്മ്യൂണിറ്റിയുടെ അടി വാങ്ങി മരിക്കും, അങ്ങനെ എന്തോ ചെയ്യുന്ന ഒരു ഡിപ്രസിങ് മൂവിയാണ്. പാട്ടുകളൊക്കെ ഉഗ്രം പാട്ടുകളാണ്. അതുപോലെ കുറേ സിനിമകൾ തമിഴിൽ പടങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങ് അറ്റത്താണ് ഡിപ്രസിങ് എൻഡിങ്. അപ്പോൾ ലാസ്റ്റ് വന്ന കാതലൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, അങ്ങാടിത്തെരു കാതലൊക്കെ, അതൊക്കെ എന്തിനാ കണ്ടതെന്ന് ആലോചിച്ച് പോകുന്ന സിനിമകളാണ്. റൊമാൻറ്റിക് മൂവി ബട്ട് എൻഡ്സ് ഇൻ എ വെരി വെരി ബാഡ് വേ. പിന്നെ മലയാളത്തിൽ പരുത്തിവീരൻ, ഞാൻ പിന്നെ പോക്കിരി അങ്ങനെയുള്ള സിനിമകളിലാണ്, തമിഴ് സിനിമകളിലാണ് ആനന്ദം കണ്ടെത്തുന്നത്. Let's talk about മഞ്ഞ്. MTയുടെ മഞ്ഞ്, വിമല ബോധു സുന്ദരിയായിട്ടുണ്ട്. ഇത് ഏതൊരു ഐ ഡോണ്ട് നോ വേർ, ഡാർജിലിംഗോ മുസോറിയോ അങ്ങനെ എവിടെയോ ആണ് പ്ലേസ്. നൈനിതാൽ. ഓക്കെ, എനിക്ക് ഓർമ്മയില്ല. ഇത് ഫസ്റ്റ് ഇത് ഞാൻ വായിക്കുന്നത് കോളേജ് പഠിക്കുമ്പോൾ. കോളേജിന്റെ സൈഡിൽ ലിറ്റിൽ ലെൻഡിങ് ലൈബ്രറിയാണ്, അവിടെ നിന്ന് എടുത്ത് വായിച്ചൊരു ബുക്കാണെന്നാണ് എന്റെ ഓർമ്മ. ഇത് വായിച്ചപ്പം ഇതൊരു അഗൈൻ അൺറിക്വറ്റഡ് ലവ് ആണ്. അനൂപിന് പറ്റിയ ബുക്കാണിത്. ഒരു കാത്തിരിപ്പിന്റെ കഥയാണ് മഞ്ഞ്. ഈ വിമല ഒരു കോളേജ് പ്രൊഫസറും ഹോസ്റ്റൽ വാർഡനും കൂടെയാണ്. നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഹോസ്റ്റൽ വാർഡന്റെ ഒരു പിക്ചറാണ് അവർക്ക് ആരുമില്ല, അവർ കല്യാണം കഴിച്ചിട്ടുള്ള. ഐ ഡോണ്ട് നോ വെദർ ഷീസ് ഇൻ ഹർ 50s or 40s എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഓൾഡർ ദാൻ ദ ഗേൾസ്. അപ്പൊ അതിൽ ഫസ്റ്റ് സീക്വൻസിൽ ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ്, കസിൻ വന്നിട്ടുണ്ട്, വീക്കെൻഡ് കസിന്റെ കൂടെ വീട്ടിൽ പോവാണെന്ന്. നമുക്ക് വാർഡൻ പറയാം, ശരി, വാർഡനും അറിയാം ഇത് കസിൻ അല്ല എന്നുള്ളത് വാർഡൻ അറിയാം. ഇവരുടെ തോട്ട്സ് ഇതിൽ വരുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് കൂടെ. ആൻഡ് ഇവരുടെ ഈ ഫുൾ സ്റ്റോറി പുറത്ത് വരുന്നത് ഇവരുടെ ഈ തോട്ട്സിലൂടെയാണ്. ദെൻ യു റിയലൈസ് ഷീ ഈസ് മിസ്സിങ് സംവൺ ഹു ഷീ വാണ്ട്സ് ടു ബി ടേക്കൺ ഔട്ട്. ഫോർ എൻ ഓൾഡർ വുമൺ അത് ആക്ച്വലി ഭയങ്കര നമ്മുടെ ഒരു ഇതില് 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പിന്നെ സ്വപ്നങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ള മട്ടിൽ തോന്നിച്ചിരുന്ന ഒരു ജനറേഷൻ ഉണ്ട് നമുക്ക്. നമ്മളൊക്കെ വളർന്നു വന്ന സമയത്ത് വൺസ് യു ബിക്കം എ മദർ, ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞിട്ടൊരു പ്രേമോ പ്രണയത്തിന്റെ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. 30 വർഷം കഴിഞ്ഞ ഷെൽഫ് ലൈഫ് കഴിഞ്ഞു എന്ന് പറയുന്ന പോലത്തെ ഉള്ള. പക്ഷെ ഇതില് ഷീ വാണ്ട്സ് ടു ബി ലവ്ഡ്
ആൻഡ് പുള്ളിക്കാരത്തിക്ക് അത് ആരോടും പറയാൻ പറ്റില്ല. ഒരു കടത്തുകാരൻ ചെക്കനുണ്ട് ബോധു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാളുടെ ചാരക്കണ്ണുകളുള്ള ഒരു പയ്യൻ. അയാളുടെ അച്ഛൻ എന്തോ സായിപ്പന്തോആണ്, അമ്മ അവിടുത്തെ വരികയാണ്. അപ്പൊ ബോധു ഇങ്ങനെ അവരോട് പറയുന്നത്, എനിക്കൊന്നും വേണ്ട, എനിക്ക് അച്ഛനെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, ഒരു പ്രാവശ്യം കാണണമെന്നേ എനിക്കുള്ളൂ. ഈ സ്ത്രീയുടെ ഒരു ആത്മബോധം ഉണ്ട്, എനിക്കും അതേ ബോധം, ഒന്ന് കണ്ടാൽ മാത്രം മതി. ബൗദ്ധ അച്ഛൻ ഒരു സായിപ്പ ആണ്, അതുകൊണ്ടാണ് അവൻ ഈ ഒരു കളറും ഇതുമൊക്കെ. ഈ ലുക്സ് വെരി ഡിഫറെന്റ്. അപ്പൊ ഇവരുന്ന് വിമൽ ടീച്ചറോട് പറയും, എനിക്ക് എനിക്കൊന്നും വേണമെന്നില്ല അച്ഛൻ്റെ അടുത്തുനിന്ന്, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ഫ്രം ഹിം, എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി. അപ്പൊ ഈ സ്ത്രീ അതിന് ആത്മഗതമായിട്ട് ഇൻ ഹെർ ഹെഡ് ഷീ സേസ്, എനിക്കും അതേ ബോധം, എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി. ഷീസ് നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഔട്ട് ഓഫ് ദിസ് എക്സ് ബോയ് ഫ്രണ്ട്. പണ്ട് ഇപ്പൊ ഈ കോളേജിൽ തന്നെയാണ് അവർ പഠിച്ചിരുന്നതും, ഈ കോളേജിൽ വെച്ച് ഇങ്ങനെ ഒരു വീക്കെൻഡ് ഈ ഒരാളുടെ കൂടെ പോയതും ഒക്കെയാണ് അവരുടെ മെമ്മറീസ്. And he disappears on her, ghost ചെയ്യുന്നു നൈസായിട്ട്. And all these years she's lived with that thing that he might come back someday. നൈനിറ്റാളിലേക്ക് അയാൾ തിരിച്ചു വരും, ഇവർക്ക് ഒരിക്കൽ കാണാൻ പറ്റും. അതാണ് അതിന്റെ ഫുൾ കഥ. ആൻഡ് അഗൈൻ സ്മോൾ 120 pages ഉള്ള ഒരു ചെറിയൊരു നോവലാണ്. അത് നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഇമോഷൻസ് ഒരു അന്നത്തെ കാലത്തൊന്നും നമ്മൾ പ്രണയത്തിലെ നായികമാർ എന്ന് പറയുമ്പം 18-year-oldും 20-year-oldും അങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പിൽ നിന്നും മാറി ഒരാളുടെ പ്രണയത്തിനെ കുറിച്ച് സംസാരിക്കാൻ. കടവ് കണ്ടിട്ടുണ്ടോ? എംടിയുടെ കടവ്. അതിന്റെ സ്ക്രീൻ പ്ലേ ഇവിടെ ഇരിപ്പുണ്ട്. അതെ, അത് കടത്തുകാരൻ. അപ്പോ ഇതില് ഒരു പ്രണയമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് കണ്ണുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രണയമാണ്. ഈ കടത്തിൽ വന്നു പെടുന്ന ആ പയ്യൻ, ഇതിൻ്റെ പ്രൊട്ടഗണിസ്റ്റ്, ഇതിൻ്റെ നരേറ്റർ എന്നൊക്കെ പറയാവുന്ന പയ്യൻ, അതിൻ്റെ സ്ക്രീൻ പ്ലേ ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ പുള്ളിക്ക് ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. അതിൽ ആ കുട്ടി ഇടയ്ക്ക് തിരിച്ച് നോക്കുന്നുണ്ട്. കുട്ടിയുടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൾ വഴി ഇത് സംസാരിക്കുന്നുണ്ട്, സംസാരിക്കാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. ഈ കടത്ത് നിന്ന് പോകുമ്പോൾ പുള്ളിക്ക് നാട് വിട്ട് പോകേണ്ടി വരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. പുള്ളി ആ നാട് വിട്ട് പോകുമ്പോൾ അത് ഈ പുള്ളിക്കാരെ അന്വേഷിച്ച് പോകുന്നതാണെന്ന് അറിയില്ല. ഈ ഫൈൻസ് ദാറ്റ് ഷീ ഹാസ് എൻഡഡ് അപ്പ് ഇൻ പ്രോസ്റ്റിറ്റ്യൂഷൻ റിംഗ്. ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ സിനിമ ദൂരദർശൻ്റെ കടവ്. അല്ല, അതുപോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു ഇവന് കൊണ്ടേ കൊടുക്കാൻ നോക്കുന്നതാണ്. ഞാൻ മറ്റേ ആ ബിറ്റ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രോസ്റ്റിറ്റ്യൂഷൻ ബിറ്റ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ലാസ്റ്റ് പാദസരം കൊടുക്കാൻ നേരം അവള് തിരിച്ചു പറയുന്നതാണ് ഏത് കടവെന്ന് ചോദിക്കും. ഏത് കടവെന്ന് ചോദിക്കും. വി ഡോണ്ട് നോ ഈച്ച് അതർ എന്നുള്ള രീതിയിൽ. Probably because അവളുടെ ഒരു കറന്റ് ഇത് വെച്ചിട്ട് he has no space. Exactly. അതും ആവാം. She's probably trying to protect him from bigger heartbreaks. നിങ്ങൾ ആരെങ്കിലും സാലി റൂണിയുടെ നോർമൽ പീപ്പിൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്. അത് ഒരുപാട് കേട്ട് ഞാൻ എടുത്തതാണ്. ഇറ്റ് ഈസ് എ ഫീൽ ഗുഡ് സ്റ്റോറി. ഈ ടുമോറോ പോലെ തന്നെ രണ്ടുപേര് ദേ കീപ് കമ്മിങ് ബാക്ക് ടു ഈച്ച് അതർ. ഇതിൽ കുറച്ചുകൂടി സെറൻഡിപ്പിറ്റസ് ആണ്. സിറ്റുവേഷൻസ് ത്രോ ദം ടുഗെദർ അഗൈൻ ആൻഡ് അഗൈൻ. ഡീസെന്റ് വൺ. അതുപോലെ വേറൊരെണ്ണം എലിനോർ ഒലിഫാന്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. വായിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അത് ഒരു രസമുള്ള സാധനമാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മെന്റൽ ഹെൽത്തിനെയൊക്കെ കുറിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് ദിസ് ഗേൾ ഹു ഇസ് എക്സ്ട്രീംലി പ്ലെയിൻ. എല്ലാവരും അപ്പം എവറിബഡി കൈൻഡ് ഓഫ് സീസ് ത്രൂ ഹർ ആൻഡ് ഷീ ഫൈൻഡ്സ് എ കംപ്ലീറ്റ്ലി അൺലൈക്ലി ആലൈ. അവർ രണ്ടുപേരും ഒരു ഇഞ്ചേർഡായ ഒരു പ്രായമായ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്ന വഴി ഹൗ ദേ ഫൈൻഡ് കമ്പനി, സൊലസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു കഥയാണ്.
She's got ഉം, Burns. ഉം, Burns ഉം. ഉള്ളൊരു സ്ത്രീയാണ്. There Right, is a back story also. right, right. Very nice book. ഉം, ഉം. Yeah, നല്ല നല്ല ബുക്കായിരുന്നു. ഇതും നോർമൽ പീപ്പിളും ഇതും പിന്നെ അതുപോലെ വേറൊരു ഇതുപോലെ ഹൈലി റെക്കമെൻഡ് ചെയ്ത് വായിച്ചാണ്. ഐ മീൻ ഇറ്റ് വാസ് ഓക്കെ. ഐ ഡോണ്ട് ഫൈൻഡ് എ ലോട്ട്. അരിസ്റ്റോട്ടിൽ ആൻഡ് ഡാൻറ്റെ ഡിസ്കവർ ദ സീക്രറ്റ്സ് ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് ഇതുപോലെ രണ്ട് teen boys, they start realizing that they are inseparable, and slowly they discover what is being in a gay relationship എന്നുള്ളതാണ്. ഐ മീൻ ഇറ്റ്സ് നത്തിങ് ഫിസിക്കൽ ദെയർ. ഇറ്റ്സ് മോസ്റ്റ്ലി ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ദാറ്റ് ഇൻസെപ്പറബിൾ ബോണ്ട് ബിറ്റ്വീൻ ദം. അതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലവ് സ്റ്റോറീസ് ആണ് ഞാൻ വായിച്ചതിൽ. പക്ഷേ ടു ബി വെരി ഓണസ്റ്റ്, കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് ഗബ്രിയൽ സെവിൻ അല്ലാതെ ഐ ഹാവൻ റെഡ് സംബഡി ഹൂ ക്യാൻ റൈറ്റ് ലവ് റിയലി വെൽ. നിങ്ങളുടെ ലെസൺസ് ഇൻ കെമിസ്ട്രി എന്നൊരു ബുക്ക് വായിച്ചിട്ടുണ്ട്. ടിവി സീരീസ് ഞാൻ വായിച്ചു തുടങ്ങി, പക്ഷെ അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാനത് വായിച്ചു തുടങ്ങിയിട്ട് ഇവൻച്വലി ഞാൻ ഓഡിയോ ബുക്കിലേക്ക് സ്വിച്ച് ചെയ്തു. അഗൈൻ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി, ബട്ട് ഇറ്റ് ഓൾസോ മേക്സ് യു വെരി ആംഗ്രി. എനിക്കത് എനിക്ക് ഒരു പക്ഷെ ബുക്ക് വായിക്കാൻ പറ്റാത്തതിന്റെ റീസൺ വാസ് ഐ വാസ് ഗെറ്റിംഗ് ആംഗ്രി. എനിക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് അബൌട്ട് ഒരു കെമിസ്ട്രിയിൽ PhD സ്റ്റുഡന്റ് ആയിരുന്ന ഒരു പെൺകുട്ടി ഇൻ ദ 70s ആയിരിക്കും. ദ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഷീ മീറ്റ്സ് ഔട്ട് ഇൻ ലാബ്സ്. ഷീസ് ബ്രില്യന്റ് വുമൺ. പക്ഷെ ഷീ സൈഡ് ലൈൻ, ഓഫ് കോഴ്സ് ലേഡി ആണല്ലോ. ഷീസ് ട്രീറ്റഡ് ആസ് എ ലാബില് നമ്മളൊരു പ്യൂണിനെ മാറിയ ഈ സ്ത്രീ ട്രീറ്റ് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ. ആൻഡ് എന്നിട്ട് പുള്ളിക്കാരത്തിയുടെ വർക്ക് എന്നാണ് ബാക്കിയുള്ളവര് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നത്, ക്രെഡിറ്റ് കിട്ടുന്നതും ഒക്കെ. ദെൻ ഷീ മീറ്റ്സ് അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ വേറൊരു ബ്രില്യന്റ് സയന്റിസ്റ്റ് ഉണ്ട്. ഹി റെക്കഗ്നൈസസ് ഹെർ ടാലന്റ്. They fall in love. They have this unique relationship where it's രണ്ടുപേർക്കും കുറേശ്ശെ ഓരോ പീരീഡ് ഉണ്ട്. അത് മാച്ചായി പോകും അവർ. എന്നിട്ട് ഇവർക്കൊരു പട്ടിയുണ്ട്. പട്ടിയുടെ പേര് 5 o'clock 6 o'clock പേരിലൊരു പട്ടി. ആൻഡ് ദെൻ ഇതിലൊരു സ്പോയിലർ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. Eventually she finds herself alone. She's with a child. She's thrown out of the university because she's with a child. Eventually what happens is യൂണിവേഴ്സിറ്റിയിലെ പല റിസർച്ചും മുന്നോട്ട് പോകുന്നില്ല because she is not there. They try to bring her back, and throughout the book it's also a love story between ഇയാളും കെവിൻ എന്നാണ് ആ ഹസ്ബൻഡിന്റെ പേര്. പിന്നെ ഒരു മകളുണ്ട്. മകളുടെ പേരെന്തായിരുന്നു? മെയ്ബെൽന്നോ അങ്ങനെ എന്തോ ഒരു പേര്. ആ റിലേഷൻഷിപ്പ്, സോ നമ്മൾ ഈ റൊമാൻസ്, സ്നേഹം എന്ന് പറയുന്നത് ബിറ്റ്വീൻ അമ്മയും കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം. ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുള്ളി റിട്ടൺ ബുക്ക്. ഓഡിയോ ബുക്ക് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. മറ്റേത് വായിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ബിക്കോസ് there is a sequence where her professor tries to assault her. അവിടെ വെച്ചാണ് ഞാൻ നിർത്തിയത്. എന്നിട്ട് instead of supporting her, the യൂണിവേഴ്സിറ്റിക്ക് മനസ്സിലാവും. ബിക്കോസ് ദിസ് ഇസ് നോട്ട് ഹിസ് ഫസ്റ്റ്. ഇയാള് സീരിയൽ ഒഫൻഡർ ആണ്. യൂണിവേഴ്സിറ്റിക്കും അറിയാം. പക്ഷെ യൂണിവേഴ്സിറ്റിയുടെ ചില ഗ്രാന്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ പ്രോജക്ട്സ് ഹീസ് ഹെഡിങ്. സോ ദ യൂണിവേഴ്സിറ്റി പറയും കേസ് ഈ സ്ത്രീനെ പുറത്താക്കും. ഈ സ്ത്രീയുടെ റിസർച്ച് ഒന്നും തിരിച്ചു കൊടുക്കാണ്ട് ഈ സ്ത്രീയെ പുറത്താക്കും. ഇതൊക്കെ ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആവാം. എനിക്ക് അതുവരെ എത്തിയപ്പോഴാണ് എനിക്ക് തലയ്ക്ക് പ്രാദേശിക ബുക്ക് വായിക്കാൻ നിർത്തിയത്. പിന്നെ ഞാൻ ഓഡിയോ ബുക്കായിട്ട് രണ്ടാമത്. ബട്ട് അഗൈൻ ഇറ്റ്സ് ഒരു ലവ് സ്റ്റോറി very നല്ല. ആപ്പിൾ ടിവിയിൽ ഇതിന്റെ ഒരു സീരീസ് ഉണ്ട് കേട്ടോ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ബ്രീ ലാർസൺ ആണ്. Children set the tables. I think one of the themes is like, she's trying to appeal to the broader world of women also. Lessons in chemistry, she applies that chemistry rules in cooking also. Cooking show നടത്തുന്നതൊക്കെയാണ്. And it's nice how the interactions with the child is so beautiful. I think it's worth a rewatch also. I'll probably go and rewatch it. It's absolutely rowing പഠിക്കാൻ പോകുന്ന
Kevin yeah. is part of the rowing club. Kevin പുള്ളിക്ക് ഭയങ്കര അഹങ്കാരമാണ്. പുള്ളി ഈ സ്ത്രീ വന്നിട്ട് പുള്ളിക്കാരി സയന്റിഫിക് ആണ് റോയിങ്ങിന്. വിത്തിൻ എ മന്ത് ഓർ 2 ഷി ബിക്കംസ് എൻ എക്സലന്റ് റോവർ. എന്നിട്ട് ആ റോയിങ് ക്ലബ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ഹെർ എന്താ പറയുക ഹിസ്റ്ററി ട്രോമയിൽ റിക്കവറി ആൻഡ് റോയിങ് ക്ലബ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഷി ഹാസ് എ റോവർ ഇൻ ദ ഹൗസ് വിച്ച് ഷി യൂസസ്. അങ്ങനെ കുറെ നല്ല രസമുള്ള ഒരു ബുക്കാണ്. It's sad at some places, like, you know, ആ മിസോജിനി ഉണ്ടല്ലോ ആ കാലഘട്ടത്തില്. And if you look at history, there are so many instances. എനിക്ക് ഇപ്പൊ അതിന്റെ പേര് എഴുതുന്നില്ല, മേ ബി ലേറ്റർ ഓൺ I'll add it in the comments. There is an author who used to steal his wife's works and present them as his own. അങ്ങനെ കഴിച്ചു കൊണ്ടുപോയിട്ടുള്ള authors ഉണ്ട്. There were scientists who used to steal work of their female peers. There are a lot of stories like that. DNA structure is apparently അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. DNA structure. I think that was the story. I think അതിലൊരു ഇൻവോൾവ് ആയിട്ടുള്ള വുമണിനെ കംപ്ലീറ്റ്ലി തഴഞ്ഞു. മെൻഡലിൻ ക്ലാക്സൺ എന്നാണല്ലോ അതിന് പറയുന്നത്, ഡബിൾ ഹെലിക്സിന്. അത് ആക്ച്വലി ഇവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീയുടെ വർക്ക് ആയിരുന്നു, വിച്ച് ദേ പാസ്ഡ് ഓൺ എന്നൊരു ഇതുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചിട്ടില്ല. ഇറ്റ് ഡസന്റ് സീം വെരി അത്ര സംഭവിക്കാവുന്നതാണ്. ഹിഡൻ ഫിഗേഴ്സ് മൂവി കണ്ടിട്ടില്ലേ? It's a beautiful movie. That's a അവര് true പക്ഷേ story. Yeah. it's a true story. അവര് പക്ഷേ അവര് പല കാലഘട്ടത്തിലെ സ്ത്രീകളുടെ ലൈഫ് സ്റ്റോറീസ് ഒരുമിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ബട്ട് അതർവൈസ് ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി. ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. എന്നിട്ടും ഇന്ന് ആൾക്കാർ ചോദിക്കും ഫെമിനിസം എന്തിനാണ്, ഈക്വാളിറ്റി വരട്ടെ. ഇതും കൂടെ കേൾക്കുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു വരുന്നത്. ഈക്വാലിറ്റിയും ഈക്വിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്തവരാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കവർ ചെയ്യാൻ തരുന്നത്. റൊമാൻറ്റിക് ബുക്സും പിന്നെ അത് കഴിഞ്ഞിട്ട് റൊമാൻസ് ഇൻ നോൺ റൊമാൻറ്റിക് ബുക്സ്. റൊമാൻസ് ഇൻ നോൺ റൊമാൻറ്റിക് ബുക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. അത് ഇനിയൊരു എപ്പിസോഡിലുമായിട്ട് വരാം. ടിൽ ദെൻ ദിസ് ഇസ് എഴുതാപ്പുറം സൈനിങ് ഓഫ്. കൃഷ്ണകുമാർ, ലേഖ, അനൂപ് ആൻഡ് സന്ദീപ്. താങ്ക് യു.